ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്ന ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് അത് മുഖാന്തരവുമായി തീരട്ടെ എന്ന കർത്താവിൽ ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിന്റെ ദാസനെ തന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദേവദാസനെ, എന്തുകൊണ്ട് കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തില് കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും, കർത്താവിനെ കണ്ടുമുട്ടിയ വിധങ്ങളും വഴികളും ഒക്കെ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് കേൾവിക്കാർക്ക് വലിയ അനുഗ്രഹമായി തീരും, കർത്താവിന്റെ നാമത്തിന് മഹിമയായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം അതിനായി സഹായിക്കട്ടെ. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങയുടെ സാന്നിധ്യം ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. പ്രിയ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തണമേ. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനുള്ള കൃപ കർത്താവ് കൊടുത്താട്ട് അങ്ങയുടെ സാന്നിധ്യം ഹല്ലേലൂയ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ, സാന്നിധ്യത്തിനുള്ളിൽ അല്പസമയം ഇരുന്നു കൊണ്ട് ജീവിതാനുഭവം ഷെയർ ചെയ്യുവാൻ സ്വർഗം സഹായിച്ചാട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. പാസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പരിചയപ്പെടുത്തിയാട്ട് നമ്മുടെ കേൾവിക്കാരുടെ അറിവിന് വേണ്ടി. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാന് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ശക്തികുളങ്ങര ഒരു തീരദേശത്തോട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളും കത്തോലിക്കരും ഒക്കെ തിങ്ങിപ്പാർക്കുന്നതായ സ്ഥലമാണ്. എനിക്ക് ഭാര്യയും 2 പെൺകുട്ടികളുമാണ്. മൂത്ത മകള് രാജസ്ഥാനിലെ സൂരത്ത് എത്തുന്ന സ്ഥലത്ത് ജംഗാനഗറിനോട് ചേർന്ന് പാകിസ്ഥാന്റെ ബോർഡറിനോട് ചേർന്നായിട്ട് കർത്താവിന്റെ വേല ചെയ്തു. അവർക്ക് 2 ആൺകുട്ടികളാണ്. പിന്നെ ഇളയ മകള് ഭർത്താവിന്റെ കൂടെ വിദേശത്താണ്. അവൾക്ക് 2 പെൺമക്കളാണ്. മൂത്ത മകളുടെ പേര് ആഗ്ന എന്നും മരുമകന്റെ പേര് പാസ്റ്റർ അലക്സ് ജോർജ്. രണ്ടാമത്തെ മകളുടെ പേര് ഫേബ. അവരുടെ ഹസ്ബൻഡിന്റെ പേര് ബൂൺദേവ് എന്നാണ്. കർത്താവ് സഹായിക്കട്ടെ. ഇനിയും കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യാനുള്ള സമയമാണ്. അത് ഞാൻ നൽകി തരികയാണ്, അത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. എല്ലാ പ്രിയപ്പെട്ടവർക്കും, എന്നെ ശ്രമിക്കുന്ന ഈ ജോയ്സ് ടി വിയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കുഞ്ഞുനാള് മുതലേ ഒരു കലാകാരനായി വളരണം എന്നാഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ സ്വന്തമായി നാടകങ്ങൾ എഴുതുകയും നിരവധി നാടകങ്ങളിൽ അഭിനയിക്കുകയും നാടകങ്ങളിൽ അനവധി പ്രൈസുകൾ വാങ്ങുകയൊക്കെ, ബെസ്റ്റ് ആക്ടർ വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ബെസ്റ്റ് ആക്ടർ കിട്ടുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്. അന്ന് ദൂരദർശന്റെ സീരിയൽ തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് എനിക്ക് ആ സീരിയലിലൊന്ന് അഭിനയിക്കുവാൻ വേണ്ടി അവരൊരു യാത്രീ നിവാസില് അവര് കുറച്ച് കലാകാരന്മാരെ വിളിച്ചു വരുത്തി എന്നെ അതിനകത്തുനിന്ന് അവർ സെലക്ട് ചെയ്യുണ്ടായി. ആ സമയത്ത് പക്ഷെ എനിക്ക് ആ സീരിയലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു ഓപ്പറേഷൻ സംബന്ധമായിട്ട് എനിക്ക് അഡ്മിറ്റ് ആകേണ്ടി വന്നു. അങ്ങനെ എന്റെ ആ സ്വപ്നം അവിടെ അവസാനിക്കുകയും ചെയ്തു. ഞാന് വളർന്നു വന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു കത്തോലിക്ക പാരമ്പര്യ പശ്ചാത്തലമാണ്. ഞങ്ങളുടെ നാട്ടിലെ പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു ശബ്ദം ആ കാലത്തില്ല. ഏകദേശം 33 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വിശ്വാസത്തിൽ വന്നിട്ട് അത്രയും കാലത്തോളമായി. ഞാൻ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർത്തപ്പെട്ട ഒരു മകനാണ്. എന്റെ വീട്ടില് 4 മക്കളിൽ ഇളയവനാണ് ഞാൻ. ഞാന് കടലിലെ പണിയെടുക്കുക ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ കൊല്ലത്ത് നിന്ന് കുവൈറ്റിലേക്ക് 4 വലിയ ബോട്ടുകൾ കൊണ്ടുപോയപ്പോൾ അത് കടൽ വഴി കൊല്ലത്ത് നിന്ന് ബോംബെ വരെ
ഞാൻ ഓടിച്ചു കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് കയറി കുവൈറ്റിൽ ചെന്ന് അവിടെ ആ കടലിൽ മത്സ്യബന്ധനം നടത്തുകയും അത് വളരെ അനുഗ്രഹമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിക്കുന്നത്. ഈ ആക്രമിക്കുന്നതിന് മുമ്പ് ഞാൻ നാട്ടിൽ വന്നു, പക്ഷെ എനിക്ക് പിന്നെ മടങ്ങി പോകുവാൻ കഴിഞ്ഞില്ല. കുവൈറ്റിലും മലയാളി കാത്തലിക് അസോസിയേഷനോടുള്ള ബന്ധത്തില് 2 നാടകങ്ങൾ, ഗീതാട സാക്ഷിയും അഴിമുഖം എന്ന നാടകവും അഭിനയിക്കുവാൻ ഇടയായി. തന്നെയുമല്ല, പാട്ടുകൾ അല്പം പാടുന്നത് കൊണ്ട് ഒരു ഗാനമേളയിൽ ഒരു പാട്ട് പാടുവാനും ഇടയായി തീർന്നു. അപ്പൊ അത് എവിടെ പോയാലും കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ് എന്റെ ഹൃദയത്തിലുള്ളത്. അങ്ങനെ എനിക്ക് തിരിച്ച് കുവൈറ്റിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. കമ്പനിയൊക്കെ തകർന്നു പോയി. ഞങ്ങളുടെ ബോട്ടുകളൊക്കെ ഇറാഖ് പട്ടാളക്കാരെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ എനിക്ക് കടന്നു പോകാനായിട്ട് കഴിഞ്ഞില്ല. നാട്ടില് വലിയ ജോലിയില്ലാത്ത ഒരു സ്ഥിതിയിലായി. അങ്ങനെ ഞാൻ ഒരു സ്ഥാപനം തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നു. ഒരു റെഡിമെയ്ഡ് കടയാണ്. അതിൽ ഫാൻസി ഐറ്റംസ് ഉണ്ട്, എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു ചെറിയ കട. അത് അവിടെ വന്നാൽ ആവശ്യക്കാർക്ക് എല്ലാം ലഭിക്കുന്ന നിലവാരത്തിലുള്ള ഒരു കടയാണ്. ആ കടയുടെ പേര് ഹലോ ഹലോ എന്നാണ്. ഇന്നും നാട്ടില് എന്നെ ഹലോ എന്നാണ് ആളുകൾ വിളിക്കുന്നത്. പഴയ ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല, വലിയ മുൻപത്തെ തലമുറയ്ക്കൊക്കെ ആ കട ഇന്നും ഓർക്കുന്നുണ്ട് ആളുകൾ ആ കടയെ കുറിച്ച്. നല്ല ലാഭത്തിലെ സാധനം വിൽക്കുക. എന്റെ ഒരു ബിസിനസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലാഭം എടുത്തിട്ട് കൂടുതൽ ഐറ്റം വിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ ഒരുപാട് അന്ന് ലൂണാർ ചപ്പലൊക്കെ ഉള്ള സമയമാണ്. ഇത്രയും റെഡിമെയ്ഡ് ചപ്പലുകളൊന്നും ഇല്ലാത്തൊരു കാലം. ഏറ്റവും കൂടുതൽ ലൂണാർ ചപ്പലും ഏറ്റവും നല്ല ബിസിനസ് നടന്ന TV VCR ഒക്കെ ഉള്ള കാലം, കാസറ്റ് ഉള്ള കാലം. ഇന്ന് CD ഒന്നും വന്ന് ഇറങ്ങിയിട്ടില്ല. എന്റെ കടയിൽ VCR ഉണ്ട്, TV ഉണ്ട്. ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കും. സിനിമ, ഏത് സിനിമ വേണമെങ്കിലും നമ്മൾ കാസറ്റ് കൊടുക്കും. അപ്പോൾ തന്നെ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു വലിയ സംവിധാനമാണ്. ചെറിയ കടയാണെങ്കിൽ 2 സ്റ്റാഫുകളൊക്കെ ഉണ്ട്. എന്റെ ഈ ബിസിനസ് ഇങ്ങനെ വളർന്നു വന്നപ്പോ നമ്മുടെ നാട്ടിലെ തൊട്ടടുത്തുള്ള കടക്കാർക്ക് എന്റെ ഈ കടയുടെ വളർച്ചയിൽ ഒരു അസൂയ തോന്നി. അങ്ങനെ അവര് ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും എനിക്കെതിരായി ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ ചെയ്ത് ആ പൈശാചിക ശക്തികൾ എന്റെ നേരെ ശക്തമായിട്ട് വലിയ വിഷയമുണ്ടാക്കി. അതെന്റെ കുടുംബത്തും എന്റെ ജീവിതത്തിലും ഒരു അസ്വസ്ഥത സൃഷ്ടിച്ചു. മരിക്കണം എന്നൊരു ചിന്ത മാത്രമല്ലാതെ പിന്നൊന്നുമില്ല. അസ്വസ്ഥമായി. ആ സമയത്താണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. എന്റെ ഭാര്യയുടെ പേര് ട്രീസ എന്നാണ്. അവളുടെ അമ്മ മരിച്ച സമയം 1 വർഷം കഴിഞ്ഞാണ് ഞാൻ അവളെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായി ജീവിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു അസ്വസ്ഥത എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ മരിക്കുവാൻ വേണ്ടി പല പ്രാവശ്യം ഇങ്ങനെ ആഗ്രഹിച്ചു. ഒരു ദിവസം എന്റെ മകൾക്ക് 1 വയസ്സായി. എന്റെ ഭാര്യ ഗർഭിണിയായി ഒരു മകളെ പ്രസവിച്ചു. 1 വയസ്സായ സമയത്ത് ഞാൻ മരിക്കുവാൻ തീരുമാനിച്ചു. കാരണം വീട്ടിലും ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടായി. ജീവിക്കണമെന്നൊരു ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഇല്ലാതായി. അങ്ങനെ വന്നപ്പോ ആ കാലത്ത് ഞാൻ ധ്യാനത്തിനൊക്കെ പോകുമായിരുന്നു. കോട്ടയിലെ മുരുകൂരിലൊക്കെ ധ്യാനത്തിനൊക്കെ പോയി. ആ സമയത്ത് ഞാനൊരു ബൈബിൾ വാങ്ങിക്കൊണ്ട് വന്നു, കത്തോലിക്ക ബൈബിള്. ആ സമയത്താണ് 1981 അങ്ങോട്ട് അച്ചടിച്ചതായ ഒരു ബൈബിൾ, കത്തോലിക്ക ബൈബിൾ വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ സങ്കീർത്തനങ്ങൾ വായിച്ച് ആശ്വസിക്കുമായിരുന്നു. ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലുവാനായിട്ടുള്ള ഒരു താല്പര്യമുണ്ടായി. പക്ഷെ ഒരു അസ്വസ്ഥനായ ഒരു മനുഷ്യനായി മാറി. ഉറക്കമില്ലാതെ ആയി. ഉറങ്ങിയിട്ട് മാസങ്ങൾ ആയി. അങ്ങനെ ഒരു ദിവസം ഞാൻ കുഞ്ഞുനാളിൽ നട്ടു വളർത്തിയ മാവിന്റെ കൊമ്പിൽ തൂങ്ങി മരിക്കുവാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ച രാത്രി എന്റെ മൂത്ത മകളെ എടുത്തുകൊണ്ട് പോയി ആരും കാണാതെ ഒത്തിരി ഉമ്മ കൊടുത്തു. അന്ന് രാത്രി മരിക്കുകയാണ്. അങ്ങനെ ആ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ബൈബിൾ എടുക്കുവാൻ തോന്നി. ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിലെ വാക്യമാണ്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇങ്ങനെ ഒരു സമാധാനം ഉണ്ടെങ്കിൽ അത് എനിക്ക് ഇന്ന് തരണം.
അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഉറങ്ങാത്ത ഞാൻ, ഉറക്കമില്ലാത്ത ഞാൻ അന്ന് രാത്രിയിൽ പതിവിന് വിപരീതമായി ഉറങ്ങിപ്പോയി. 12 മണിക്ക് ശേഷം എഴുന്നേറ്റ് ആത്മഹത്യ ചെയ്യാനിരുന്നതാണ്. 3 മണി വരെ ഉറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് ഒരു ദർശനം ഞാൻ കാണുകയാണ്. എന്റെ മുറി തുറന്ന് വെള്ള വസ്ത്രം ധരിച്ചൊരാൾ എന്റെ മുറിക്കുള്ളിലേക്ക് കടന്നു വരികയും എന്റെ വിലാപ്പുറത്തേക്ക് കരം വയ്ക്കുകയും ക്ഷണത്തിൽ ഞാൻ മുകളിലേക്ക് ഉയർന്ന് താഴെ വീഴുകയും ചെയ്തു. താഴെ വീണ വീഴ്ചയില് എനിക്ക് പരിക്ക് പറ്റാം, പക്ഷേ 2 കരം എന്നെ താങ്ങി ആ തറയിൽ കിടത്തി. എന്തെന്നില്ലാത്ത അനിയന്ത്രിതമായ ഒരു വലിയ സമാധാനം എന്റെ ഹൃദയത്തിലേക്ക് ഇരച്ചു വരുന്നതായി ഞാൻ അനുഭവിച്ചു. അങ്ങനെ ഒരു സമാധാനം വലുതായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സന്തോഷം കൂടിപ്പോയെങ്കിൽ ഒരു പക്ഷെ ഞാൻ മരിച്ചു പോകുമായിരുന്നു. കാരണം അത്ര ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത്. ഞാൻ കിടന്ന് വളരെ സന്തോഷിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, ഈ സമാധാനം എനിക്ക് മതി എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവിന്റെ സമാധാനത്താൽ ദൈവം എന്നെ നിറച്ചിരിക്കുകയാണ്. പക്ഷേ ആ സമാധാനം എനിക്ക് ലഭിച്ചുവെങ്കിലും എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, വലിയ പ്രതികൂലങ്ങൾ അവിടെ ആരംഭിക്കുകയായിരുന്നു. ഞാൻ കൂടുതൽ ദൈവവചനം വായിക്കുവാനായിട്ട് തുടങ്ങി. അതുവരെ വായിച്ചതുപോലെയല്ല. ഞാൻ വേദപുസ്തകം തുറക്കുമ്പോൾ അതിൽ നിന്ന് ഒരാൾ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് പറയുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കടയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളൊക്കെ എടുത്തു മാറ്റി കടയിൽ വരുന്നവരോട് സുവിശേഷം പറയുവാൻ തുടങ്ങി. അങ്ങനെ കടയിൽ സാധനം വാങ്ങിക്കാൻ വരുന്നവരോട് സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ അവർ പുറത്തുപോയി പറഞ്ഞു, ആ ഹലോ കട നടത്തുന്ന അച്ചായന് ഭ്രാന്തായി പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വല്ലാത്ത ഒരു ആളുകൾ അന്വേഷിക്കുവാൻ തുടങ്ങി. പക്ഷേ ഞാൻ പള്ളിയിൽ പോകാതെയായി. എന്നെ പള്ളിയിൽ പോകുവാൻ വേണ്ടി എന്റെ വീട്ടുകാരും എന്റെ ഭാര്യയും ഒക്കെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പള്ളിയിൽ പോകുവാൻ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ എനിക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ആഗ്രഹം, സത്യത്തിൽ ആത്മാവിലും ആരാധിക്കണം, വിഗ്രഹങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് ആരാധിക്കണം. അങ്ങനെ ഒരു ആലയത്തെ കുറിച്ചോ ഈ പെന്തക്കോസ്തുകാരെ കുറിച്ചോ അന്ന് എനിക്ക് അറിവില്ല. ആ സമയത്താണ് മഹാരാഷ്ട്രയിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിലുള്ള മഹാരാഷ്ട്രയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന കർത്തൃദാസൻ പാസ്റ്റർ യേശുദാസ്, അദ്ദേഹം നാട്ടിൽ വന്നു എന്ന വാർത്ത കേട്ടു. പക്ഷെ അദ്ദേഹം ഒരു പെന്തക്കോസ് പാസ്റ്റർ ആണെന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹത്തെ പോയി കാണുവാൻ എന്നോട് ദൈവം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പള്ളിയിൽ, കത്തോലിക്ക പള്ളിയിൽ പോകാൻ, വിഗ്രഹങ്ങളുള്ള സ്ഥലത്ത് പോകാൻ താല്പര്യമില്ല. വിഗ്രഹങ്ങൾ ഇല്ലാതെ ആരാധിക്കുന്ന ഒരു സ്ഥലത്ത് എന്നെ ഒന്ന് കൊണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാന് ചവറയില് ഒരു ചർച്ചിൽ പോകുന്നുണ്ട്. ചവറയിൽ ചർച്ചക്കോട് സഭയാണ്. അപ്പൊ അവിടെ എന്റെ കൂടെ വന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എനിക്ക് സൈക്കിളാണുള്ളത്. അങ്ങനെ ഞാൻ സൈക്കിള് കൊണ്ട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അദ്ദേഹവുമായിട്ട് ഞങ്ങള് ആ ചർച്ചിൽ പോയി. ആ ദൈവസഭയിലെ കടന്നു എന്ന് എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയണമെന്നൊരു ആഗ്രഹമുണ്ട്. ആത്മശക്തിയാൽ നിറയണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ആ ദൈവസഭയ്ക്കുള്ളിൽ ആരാധനയിൽ ചെന്ന് അതിന്റെ ഹാളിൽ കാല് കുത്തിയ സമയം മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഇറങ്ങി വരികയും നിരവധി അന്യഭാഷകളിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങുകയും ചെയ്തു. അവിടെ ഇരുന്ന ആളുകളൊക്കെയും അവൻ അത്ഭുതപ്പെടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ആത്മനിറവ് പ്രാപിച്ച്, ആത്മശക്തി പ്രാപിച്ച് നിരവധി അന്യഭാഷകൾ പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ ആ ഒരു അസ്വസ്ഥതകളും എന്തിനും ഒരു ധൈര്യം, എന്തിനേയും നേരിടാനുള്ള ഒരു ശക്തിയും ബലവും കർത്താവ് എനിക്ക് തന്നു. അപ്പൊ ഞാൻ ഒരു പെന്തക്കോസ് വിശ്വാസിയാണെന്ന് ഞാൻ കത്തോലിക്ക സഭ വിട്ടെന്നും ആളുകൾ മനസ്സിലാക്കി. പള്ളിയിൽ നിന്ന് പ്രധാന കമ്മിറ്റിക്കാരൊക്കെ എന്റെ കടയിൽ വന്ന് എന്നോട് സംസാരിച്ചു, നിങ്ങളിത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ അവർക്ക് മറുപടി ഉണ്ടായില്ല. അങ്ങനെ അവരൊക്കെയും മടങ്ങിപ്പോകുവാൻ ഇടയായി. ഒരാൾ പറഞ്ഞു, ഇതിന്റെ ഫലം നീ അനുഭവിക്കും എന്ന് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിട്ട് പോയി. പക്ഷേ ഈ കത്തോലിക്കര് തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം. അവിടെ കത്തോലിക്കരാണ് എന്റെ കടയിൽ കൂടുതലും വരുന്നത്. ഞാനൊരു പെന്തക്കോസ്തുകാരനായി മാറിയത് കൊണ്ട്, ഒരു വിശ്വാസിയായി മാറിയത് കൊണ്ട് പെന്തക്കോസ്തുകാരന്റെ കടയിൽ നിന്ന് ആരും സാധനം വാങ്ങണ്ട എന്നൊരു തീരുമാനം അവരെടുത്തു. അപ്പോൾ തന്നെ അവരോടൊത്ത് തന്നെ ഹിന്ദുക്കളും കൂടെ പ്രതികരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പൂർണ്ണമായും എന്റെ കടയെ അവർ പ്രതിരോധിച്ചു. ആ കടയിൽ കച്ചവടം കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു.
സ്റ്റാഫുകളെയൊക്കെ ഞാൻ പിരിച്ചുവിട്ടു. ഒരു ദിവസം ഞാൻ സുവിശേഷം പറഞ്ഞ 3 ആൾക്കാരുമായിട്ട് ഞാൻ എന്റെ വീട്ടിൽ വന്ന് അവരുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ഇവിടെ പെന്തക്കോസുകാരന് താമസിക്കാൻ പറ്റുകയില്ല, പെന്തക്കോസ് പ്രാർത്ഥന ഇവിടെ നടക്കുകയില്ല, ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വീട്ടുകാർ വലിയ പ്രശ്നമുണ്ടാക്കി. അന്ന് രാത്രി ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ ഞങ്ങളുടെ തുണികളൊക്കെ അടുക്കി വെച്ച് സൈക്കിളിന്റെ പുറകിൽ വെച്ച് കെട്ടി ഞാനും എന്റെ ഭാര്യയും ഈ ചെറിയ മകളെയും ആയിട്ട് എന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോയി. ഭാര്യയുടെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ അവിടെ ഒരു 2 ആഴ്ചക്കാലം താമസിക്കുമ്പോൾ എന്റെ ഭാര്യ അവളുടെ കയ്യിലുള്ള സ്വർണമെല്ലാം ഊരി തന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇത് കൊണ്ടുപോയി വിറ്റിട്ട് എവിടെയെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം നമുക്ക് വാങ്ങിയാൽ ഒരു കൂര കുത്തി കിടക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ സ്വർണം വിറ്റിട്ട് 7.5 സെന്റ് സ്ഥലം വാങ്ങി, 7 സെന്റ് സ്ഥലം വാങ്ങി ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന 2 തെങ്ങ് കീറിയെടുത്ത് അറുത്ത് കൊണ്ടുവന്ന്, അന്ന് ടാർഷീറ്റ് ഇട്ട ഒരു ചെറിയ കൂര പോലെ വീട് വെച്ച് ഞങ്ങൾ അതിൽ പാർത്തു. ഒറ്റ മുറിയാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ സുവിശേഷം പറയുന്ന ആളുകൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ വരും. അപ്പൊ എന്റെ ആ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നു എന്ന് കത്തോലിക്ക സഭയിലെ പുരോഹിതനും മറ്റുള്ളവരും ഒക്കെ അറിഞ്ഞിട്ട് പുരോഹിതന്റെ നേതൃത്വത്തിൽ ഒരു പറ്റം ചെറുപ്പക്കാർ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഭവനത്തിൽ കടന്നു വന്ന് എന്നെ ബലമായി പിടിച്ച് പുറത്തിട്ട് അതിഭീകരമായി മർദ്ദിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെയും ചിതറിപ്പോയി. എന്റെ ഭാര്യ വാവിട്ട് കരഞ്ഞു. അവൾ പറഞ്ഞു, ഈ ഒരു വിശ്വാസം വേണ്ട, ഇത് അവസാനിപ്പിക്ക്, ഈ പ്രതികൂലത്തിലൂടെ ഇങ്ങനെ പോകുവാൻ ഞാൻ ഇല്ല എന്നൊക്കെ അവൾ പറയുവാൻ ഇടയായി. അങ്ങനെ നാട്ടുകാരൊക്കെ പരിസരവാസികളെല്ലാം കത്തോലിക്കരാണ്, അവരൊക്കെ എതിരായി. പൈപ്പിൽ വെള്ളം എടുക്കാൻ ചെന്നാൽ തരാതായി, എനിക്ക് ആ വീട്ടിലേക്ക് കറണ്ട് വലിക്കാൻ സ്ഥലം തരാതായി. അങ്ങനെ എല്ലാ വിധത്തിലും രാജ്യങ്ങൾ ഉപരോധിക്കുന്നത് പോലെ ഇവർ നമ്മളെ ഉപരോധിച്ചു കൊണ്ടിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയാൽ പരിഹാസമാണ്. അപ്പൊ കടയിലാണെന്നുണ്ടെങ്കിൽ കച്ചവടവുമില്ല. അതിന് നാട്ടുകാരെ മുഴുവൻ പറഞ്ഞു, അവൻ പെന്തക്കോസ്തിൽ പോയി തെണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ആ നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്റെ കർത്താവേ, കച്ചവടം ഇല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരുന്ന കച്ചവടം പെട്ടെന്ന് നിൽക്കുമ്പോൾ കടങ്ങൾ ഉണ്ടാകുമല്ലോ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഈ ബൈബിളുമായിട്ട് പോകുമ്പോൾ എന്നെ ഒരു കടക്കാരും പിടിച്ചു നിർത്തുവാൻ അനുവദിക്കരുത്, എന്നെ നാട്ടുകാരുടെ മുമ്പിൽ നീ നിന്നാപാത്രമായി ഇട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോ രാത്രിയിൽ ദൈവം എനിക്കൊരു ദർശനം. ഞാൻ ദൈവത്തെ പിരിയാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് രാത്രിയിൽ തന്നെ ദർശനം തരുമായിരുന്നു. അപ്പൊ ഇത്ര നല്ല ദൈവത്തെ ഞാൻ എങ്ങനെ വിട്ടുപിരിയും? അപ്പൊ അങ്ങനെ ദൈവം എനിക്ക് രാത്രിയിൽ ഒരു ദർശനം തന്നു. ആദ്യം ഒരു വിശാലമായ ഒരു കട, ആ കട നിറയെ നല്ല മനോഹരമായ ചെരുപ്പുകൾ. ഈ ചെരുപ്പുകളെ ചൂണ്ടിക്കൊണ്ട് ദൈവം എന്നോട് പറഞ്ഞു, നീ ഇതുപോലെ ഉണ്ടാക്കാൻ പറഞ്ഞു. അന്ന് ഞങ്ങളുടെ നാട്ടിലെ ഇത് ചെരുപ്പുകൾ ഉണ്ടാക്കുന്ന ഈ റെഡിമെയ്ഡ്, ഇന്നാണ് കമ്പനി ചെരുപ്പുകളൊക്കെ ഉള്ളത്, അന്ന് ഹാൻഡ് മെയ്ഡാണ്. അങ്ങനെ ദൈവകൃപയാല് ഞാൻ ഇത് അന്വേഷിച്ച് എനിക്കൊരാളെ കിട്ടി. അങ്ങനെ ഞങ്ങളൊരു ചെറിയ യൂണിറ്റ് ചെരുപ്പുകളാണ്. അപ്പൊ ഏത് ചെരുപ്പ് ഏത് മോഡലിൽ ഉണ്ടാക്കണമെന്ന് രാത്രിയിൽ എനിക്ക് ദർശനം തരും. ദൈവം എനിക്ക് ആ ചെരുപ്പിന് ഒരു പേരും ഇട്ടു, അക്സ ഡീലക്സ്. അങ്ങനെ ആ സ്റ്റിക്കറും ഒക്കെ ഒട്ടിച്ച് ആ ദൈവം തരുന്ന മോഡലില് ലേഡീസ് ചപ്പലും കുട്ടികളുടെ ചെരുപ്പും ജെന്റ്സിന്റെ ചെരുപ്പും ഒക്കെ ഉണ്ടാക്കി അത് വിപണിയിൽ കൊണ്ടു ചെല്ലുമ്പോൾ അതിന് ഡിമാൻഡായി. ഹോൾസെയിൽ കടക്കാർക്ക് വേണം, റീറ്റെയിൽ കടക്കാർക്ക് വേണം. അങ്ങനെ ചെരുപ്പുകള് വിറ്റ് ധാരാളം സമ്പത്ത് എന്റെ കയ്യിൽ വരുവാൻ ഇടയായി. നിരവധി ആളുകൾ എന്റെ വീട്ടിൽ വന്ന് ചെരുപ്പ് വാങ്ങുവാൻ തുടങ്ങി. അപ്പോൾ ദൈവം അന്ന് പെന്തക്കോസ്തിൽ പോയി തെണ്ടി എന്ന് പറയിച്ച ആളുകളെ കൊണ്ട് ദൈവം പറയിച്ചു, ഇപ്പോൾ അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുവാൻ ഇടയായി. അങ്ങനെ സകല കടങ്ങളും ഞാൻ ആ ചെരുപ്പ് പണി ചെയ്ത് തീർക്കുവാൻ ഇടയായി. ഈ ചെരുപ്പ് പണിയും കടയും ഉള്ളപ്പോൾ തന്നെ എനിക്കൊരു സഭാപ്രവർത്തനം ഉണ്ടായിരുന്നു. ഞാൻ സുവിശേഷം പറഞ്ഞു വരുന്ന ആളുകളെയൊക്കെ ഈ കൊല്ലത്ത് അരവിള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ കൊണ്ടുവന്ന്, ഒത്തിരി വിശാലമായ ഒരു ഹാളാണ്, ഒരു 10-40-30 പേരോളൊക്കെ കൂടി വന്ന് ആരാധിക്കുന്ന ഒരു നിലവാരമുണ്ടായിരുന്നു. അപ്പൊ അതൊരു ദൈവസഭ പോലെയായി ആ കൂട്ടായ്മ. അത് ഞായറാഴ്ചയും ആരാധന. ആ വീട്ടുകാരും ഒരു സൗഖ്യത്തിലൂടെയാണ് വിശ്വാസത്തിലേക്ക് വന്നത്. അവിടെ കടന്നു എന്ന് പ്രാർത്ഥിച്ചപ്പോ അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ അദ്ദേഹത്തെ ആംബുലൻസ് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഏതായാലും അത് വേണ്ടി വന്നില്ല.
പ്രാർത്ഥിച്ച ക്ഷണത്തിൽ തന്നെ അദ്ദേഹം എഴുന്നേൽക്കുവാൻ ഇടയായി. അങ്ങനെ അദ്ദേഹം സൗഖ്യമായി. അതുകൊണ്ടാണ് ആ വീട്ടിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം തന്നത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒത്തിരി ആളുകൾ വന്ന് സൗഖ്യം പ്രാപിക്കുമായിരുന്നു. ഒരുപാട് പൈശാചിക ശക്തികൾ ഉള്ളവർ വന്ന് വിടുതൽ പ്രാപിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദൈവകൃപ എനിക്ക്, ഈ പൈശാചിക ശക്തികളെ പുറത്താക്കുന്ന ഒരു കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്നും പൈശാചിക ശക്തികളുള്ള വ്യക്തികൾ എന്നെ കാണുമ്പോൾ പ്രതികരിക്കും. ഏതെങ്കിലും ദൈവസഭയിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരത് പ്രതികരിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ ശുശ്രൂഷ കർത്താവ് അന്നും തന്നിട്ടുണ്ട്. ഇന്നും അത് കൈമോശം വരാതെ ഞാൻ അത് സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ദേശത്ത് ഒരു ദൈവസഭ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. അതിന് ഈ കടങ്ങളെല്ലാം തീർന്നപ്പോൾ കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി പണി ചെയ്യരുത്. നീ എൻ്റെ അടുത്ത് പറഞ്ഞത് നിന്നെ ആരും പിടിച്ചു നിർത്തരുതെന്നല്ലേ, നിന്റെ കടങ്ങളെല്ലാം മാറി, നീ ഇത് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ വലിയ വിഷയമാകുമല്ലോ ഭാര്യയോട് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചപ്പോ പറഞ്ഞു, നീ അവളോട് പോയി ധൈര്യമായി സംസാരിച്ചു, അവളൊന്നും പറയില്ല. ഞാൻ അവളോട് പറഞ്ഞു, ഇങ്ങനെ നിർത്തുകയാണ്, ഇത് നമ്മൾ ദൈവവേല പൂർണ്ണമായി ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ദൈവം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിർത്തിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരാളായിട്ട് തുടങ്ങി 4 പേര് ഉള്ള ഒരു ചെറിയ നല്ലൊരു രീതിയിൽ വന്ന ആ യൂണിറ്റ് അക്സാ ഡീലക്സ് എന്ന കമ്പനി അവിടെ അവസാനിപ്പിച്ചു. അതിന്റെ കടങ്ങളെല്ലാം മാറി, ഇനി വലിയ വിഷയങ്ങളൊന്നുമില്ല, പിന്നെ ജീവിച്ചാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ സുവിശേഷ വേല ചെയ്ത് നിന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നു. ഞങ്ങളെ അവിടുന്ന് അവർ മാറ്റി. അവർക്ക് വേറെ കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധത്തിൽ പോകുവാൻ അവർ തീരുമാനിച്ചു. കാരണം റീസൺ ഇതാണ്, ഞങ്ങളുടെ പാസ്റ്റർ ചെരുപ്പ് കുത്തിയായിരിക്കുന്ന ഞങ്ങൾക്ക് ക്ഷീണമാണ്. അതുകൊണ്ടാണ് അവര് പറഞ്ഞു, നിങ്ങൾ വേറെ മാർഗം നോക്കിക്കോ. അപ്പൊ അങ്ങനെയൊക്കെ എന്നെ പരിഹസിച്ചപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറി. ആ ദേശത്ത് നിന്ന് കണ്ണീരോടുകൂടിയാണ് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു. മുകളിൽ ദൈവശബ്ദം ഞാൻ കേട്ടു, നിന്റെ കണ്ണീര് വീണ ഈ ദേശത്തേക്ക് തന്നെ ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും. ചില വർഷങ്ങൾ ഇങ്ങനെ നടന്നു. അതിനുശേഷം വളരെ പല സ്ഥലത്തും വാടകയ്ക്കൊക്കെ ഞങ്ങൾ ആരാധിച്ചു. പക്ഷേ ദൈവം എനിക്ക് ഒരുപാട് നല്ല പാട്ടുകൾ തരുവാൻ തുടങ്ങി. ഈ പാട്ടുകളൊക്കെ ഞാൻ അന്ന് കാസറ്റാണ്, ആ കാസറ്റിലാക്കി ആൽബർട്ട് വിജയമാഷാണ് അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത്. എനിക്ക് കർത്താവ് ഈണത്തോടു കൂടിയാണ് പാട്ടുകളൊക്കെ തന്നത്. ഈ പാട്ടുകളൊക്കെ വിറ്റ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്റെ അഭിവൃദ്ധിയല്ല, ഒരു ദൈവസഭയുണ്ട്, ഒരു സ്വന്തമായ ഒരു സ്ഥലം ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ കാസറ്റ് കടകളിലൊക്കെ കൊടുത്ത് കാസറ്റുമായിട്ട് എനിക്ക് വിദേശത്ത് പോകാൻ ഒരു വഴി, ഒരു കത്തോലിക്ക സ്നേഹിതനായിട്ട് തന്നെ എനിക്കൊരു വിസ തന്ന് അദ്ദേഹം പറഞ്ഞു, ഇയാളെന്ന് അവിടെ വരണം, നിങ്ങളുടെ പ്രാർത്ഥനക്കാർ അവിടെ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നെ കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ എന്റെ നാട്ടുകാരനായ ഒരു വ്യക്തി അവിടെ വെച്ച് പരിചയപ്പെട്ടു. ഫിലിപ്പ് മോറിസ് എന്നാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ ലീലാമ്മ എന്നാണ്. അവര് കോട്ടയം വൈക്കംകാരുത്തിയാണ്. ഫിലിപ്പ് മോറിസിന്റെ വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ട് അവിടെ ശുശ്രൂഷകളൊക്കെ ചെയ്തു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഗൾഫിലേക്ക് കടന്നുപോയി. അങ്ങനെ രണ്ടാമത്തെ CD ഇറങ്ങി, യേശു കരുതുന്ന ദൈവം. ആദ്യത്തെ CD-യുടെ പേര് യേശുവിന്റെ രക്തമെന്നാണ്. രണ്ടാമത്തെ യേശു കരുതുന്ന ദൈവം. യേശു കരുതുന്ന ദൈവം ഒത്തിരി ആളുകൾ കേൾക്കുവാനും ഒത്തിരി പൈസ അത് വിറ്റ് ലഭിക്കുവാനും ഒക്കെ ഇടയായി. വിദേശത്ത് ഞാൻ പല സഭകളിലും കൊണ്ടുപോയി കൊടുത്ത് ഒത്തിരി പൈസ കിട്ടി. അങ്ങനെ ഒരു സ്ഥലം വാങ്ങുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെ സ്ഥലം വാങ്ങാനായിട്ട് അഡ്വാൻസ് കൊടുത്തു. അത് ഞങ്ങളെ അവിടുന്ന് ഇറക്കി വിട്ട ആ ദേശമാണ് അരവള എന്ന് പറയുന്ന, കൊല്ലത്ത് അരവള എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് കത്തോലിക്കരുടെ ഇടയാണ്. അവിടെ ഞങ്ങളെ സ്ഥലം വാങ്ങി. തൊട്ടടുത്തൊരു കരിസ്മാറ്റിക് കാരണമുണ്ട്. ആ സ്ഥലം വാങ്ങി ഞങ്ങൾ അവിടെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ കരിസ്മാറ്റിക് കാരണം കത്തോലിക്കരും കൂടെ വന്ന് എന്നെ ധാരാളം ഉപദ്രവിച്ചു. ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ചിതറിപ്പോയി. സകല ആളുകളും ചിതറിപ്പോയി. ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമായി. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ കരഞ്ഞ് നിലവിളിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ എന്നാൽ എന്നെ മുകളിലേക്ക് ഉയർത്തി എന്നെ ധാരാളം ഉപദ്രവിച്ച ഒരു വ്യക്തിക്ക് ഒരു കാര്യം സംഭവിച്ചു. എന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പൊടുന്നനെ വീട്ടിൽ ബോധരഹിതയായി വീണു. അവർക്ക് അനക്കമില്ല, മരിച്ചതുപോലെ അവരായി.
അങ്ങനെ അവരെ വലിയ ബഹളമായി. അപ്പോൾ ആരോ അവിടെ ചെന്ന് പറഞ്ഞു, അവിടുത്തെ പാസ്റ്ററിനെ നിങ്ങളുടെ അപ്പൻ അടിച്ചു. അടിച്ച സമയത്താണ് നിങ്ങളുടെ അമ്മ ഇവിടെ വീണത്. അപ്പൊ ഈ മകള് കരഞ്ഞിട്ട് പറഞ്ഞു, ആ പാസ്റ്ററോട് എന്ന് ക്ഷമ പറ, അമ്മ എഴുന്നേൽക്കണമെങ്കിൽ എന്ന് പറഞ്ഞു. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊന്നും എഴുന്നേറ്റില്ല, അവര് കണ്ണു തുറന്നില്ല. അവസാനം ഇദ്ദേഹം ഞാൻ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു വന്ന് എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്റെ കരം പിടിച്ചപ്പോഴാണ് ആ ഭാര്യ കണ്ണു തുറന്നത്. അങ്ങനെ ആ ദേശത്ത് ദൈവത്തിന്റെ ഭീതി വീഴുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ഭീതി ആ ദേശത്ത് വീണെങ്കിലും ഈ കരിസ്മാറ്റിക്കുകാരുടെ ശല്യം ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് തുടരും. കാരണം ഞങ്ങൾ ആരാധിക്കുമ്പോൾ അവര് ഈ ചരുവം, ഈ വെള്ളമെടുക്കുന്ന പാത്രം കൊണ്ടുവന്ന് കരണ്ടിയിട്ട് കൊട്ടി ഭയങ്കരമായ അസ്വസ്ഥത സൃഷ്ടിക്കും. പ്രസംഗമൊന്നും കേൾക്കാനേ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരുപാട് പ്രതികൂലങ്ങൾ. അപ്പൊ തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി ആവിചാരങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ ചെയ്തു കൊണ്ടുവന്ന് അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ അവഗണിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് പ്രതികൂലങ്ങൾ. പിന്നെയും ഒരു പ്രാവശ്യം വന്ന് ഞങ്ങളുടെ അവിടെ ആരാധന നടന്ന് ഒരു ഉപവാസം നടക്കുമ്പോൾ വന്ന് അവര് വീണ്ടും ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനിടയായി. അപ്പോൾ ഈ കരിസ്മാറ്റിക്കുകാരൻ സഹോദരൻ എന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു, നീ അധികകാലം വാഴത്തില്ലെന്ന് പറഞ്ഞു. നീ ഈ ദേശത്ത് ഞങ്ങള് പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ നീ ഇനി അധികകാലം ഈ ദേശത്ത് വാഴത്തുമില്ല, നീ വരുത്തുമില്ല എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, ശരി. അപ്പോ എന്റെ യേശു ജീവനുള്ള ദൈവമാണ്. എന്റെ യേശു മരിച്ചില്ലല്ലോ. എന്റെ യേശു മരിച്ചില്ല. എന്റെ യേശു ഉയർത്ത പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ആ ദൈവത്തെയാണ് ഞാൻ ഇവിടെ ആരാധിക്കുന്നത്. ശരിയെന്ന് പറഞ്ഞ് ഞാൻ പോയി. ആ ഒരു സംഭവത്തിന് ശേഷം അയാൾ ഒരു കാര്യം എന്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഈ സാക്ഷ്യം ആ വീട്ടുകാർ കേൾക്കുന്നെങ്കിൽ അവരുടെ ഭർത്താവിന് ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് അവർ മനസ്സിലാക്കട്ടെ. ആമേ, ജീവനുള്ള ദൈവത്തോട് എതിരിടരുത്. ആമേ, പൗലോസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ മുള്ളിനോട് ഉതിർക്കരുത്. അപ്പോ ഇദ്ദേഹം പറഞ്ഞ 6 മാസത്തിനുള്ളിൽ നിനക്കത് കാണാമെന്ന് പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ അയാൾ മരിച്ചുപോയി. ഞാനല്ല മരിച്ചത്. ഞാൻ ഇന്നും എനിക്ക് കർത്താവ് ആയുസ് തന്ന് ബലം തന്ന് ഞാൻ എന്റെ കർത്താവിന്റെ വേല ചെയ്യാണ്. പക്ഷെ ആ മനുഷ്യൻ 6 മാസത്തിനുള്ളിൽ പൊടുന്നനെ അദ്ദേഹം മരണപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് ദൈവത്തിന്റെ കൃപയാല് അവിടെ ആരാധന നടക്കുന്നു. അത് ഒരു സംഘടനയെ ഏൽപ്പിച്ചിട്ട് ഞാൻ എറണാകുളത്ത് പോയി പല പ്രവർത്തനങ്ങളും നടത്തി. അവിടങ്ങളിൽ ചെറിയ ചെറിയ കൂട്ടങ്ങളെ ഉണ്ടായി. ഞാനിപ്പോൾ പൊതു ശുശ്രൂഷ സംബന്ധമായിട്ട് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്ക് നോർത്ത് ഇന്ത്യയിലെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് ഞാൻ പോകും. അപ്പോൾ തന്നെ ഇത്തരം പൈശാചികമായ ബന്ധനങ്ങളിൽ കിടക്കുന്ന വ്യക്തികൾ എന്റെ വീട്ടിൽ വരും. എന്റെ ഭവനത്തിൽ വരുന്ന ആളുകളോടൊന്നും ഞാൻ പൈസ വാങ്ങാറില്ല. സൗജന്യമായി തന്നത് സൗജന്യമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അല്ലാതെ എത്ര ദൂരെ എവിടുന്ന് വന്നാലും എന്റെ വീട്ടിൽ പാർത്ത് വിടുതൽ പ്രാപിച്ചു പോയിട്ടുള്ള ഒത്തിരി കുടുംബങ്ങൾ ഉണ്ട്. ഒരിക്കല് ഒരു അനുഭവം ഞാൻ പറയട്ടെ. എന്നെ ദുബായിലെ ഒരു ആന്റി വിളിച്ചു പറഞ്ഞു, അവരുടെ ഒരു ചേച്ചിക്ക് 2 മാസം കൂടെ ജീവിച്ചിരിക്കത്തുള്ളൂ, ക്യാൻസർ ആണ്, റേഡിയേഷനൊക്കെ ചെയ്ത് വല്ലാത്ത നിലയിലായി, 2 മാസേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് വേണം എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് ഞാൻ അവിടെ അബുദാബിയിൽ ഉണ്ട്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ വന്നൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാനിത് പറയുന്നത് ഈ വിശ്വാസത്തിൽ വന്നിട്ട് മടങ്ങി പാരമ്പര്യത്തിലേക്ക് പോയി ആ പാരമ്പര്യത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നവർ സൂക്ഷിച്ചു വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് വീണ്ടും പഴയതിലേക്ക് മടങ്ങിപ്പോയാൽ പൈശാചികമായ അറ്റാക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ആ സഹോദരിയുടെ പേര് കുഞ്ഞുമോൾ എന്നാണ്. ഞാൻ അവിടെ ചെന്നപ്പോഴേ തന്നെ, വാതിൽ തുറന്ന് കയറിയപ്പോഴേ തന്നെ അവരിറങ്ങി ചോദിച്ചു, ഉപദേശി എന്നെ പുറത്താക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ നിന്നെ പുറത്താക്കാതല്ലേ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത്, നിനക്ക് ഇവരിൽ ഇരിക്കാൻ കഴിയുകയില്ലല്ലോ. അങ്ങനെ ഞാനും പിശാചുമായിട്ട് സംസാരം തുടങ്ങി. അതെ, അവരുടെ ഭർത്താവും മക്കളും അന്തം വിട്ട് നിൽക്കുക, എന്തായി നടക്കുന്നതെന്ന്. അപ്പൊ പിശാച് സംസാരിക്കുന്നു, അവരിലൂടെ സംസാരിക്കുന്നു, ദൈവാത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നു. അങ്ങനെ ഒരു വലിയ വാഗ്വാദം നടന്ന് അവസാനം അപ്പോൾ അവരെന്റെ അടുത്ത് പറഞ്ഞു, നീ എത്ര ശ്രമിച്ചാലും ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ, ഞാൻ യേശുവിന്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്,
യേശുവിന്റെ മുമ്പിൽ പോകാത്തത് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ ഭർത്താവിനോട് പറഞ്ഞു, അച്ഛാ, ഡോക്ടർമാര് 2 മാസമല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇവരേക്ക് ദൈവം അത്ഭുത വിടുതൽ കൊടുക്കും, നിങ്ങളൊരു 3 ദിവസം എന്നോട് ഉപവസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 3 ദിവസക്കാലം ഉപവസിച്ചു. 3-ാം ദിവസം ആ മുറിക്കുള്ളിൽ എ സിയുടെ തണുപ്പാണ്, പക്ഷെ ആ മുറി മൊത്തം പെട്ടെന്ന് ചൂട് പിടിച്ചു. ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. ദൈവസാന്നിധ്യം ഇറങ്ങി വന്നിട്ട് ആദ്യം ഈ അപ്പൻ അഭിഷേകം പ്രാപിച്ചു, രണ്ടാമത് എഞ്ചിനീയറായി മകൾ അഭിഷേകം പ്രാപിച്ചു. ഈ പൈശാചിക ശക്തി അപ്പോൾ തന്നെ വീണ് അവിടെ കിടക്കുകയാണ്, നാക്കും ഒക്കെ വെളിയിൽ ഇറക്കി കിടക്കുകയാണ്. ഈ 2 പേരെയും കൊണ്ട് ഇവര് അഭിഷേകം വന്ന ഇവരെ 2 പേരെയും കൊണ്ട് ഈ ആന്റിയെ പൊക്കി നിർത്തിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് പൈശാചിക ശക്തിയെ പുറത്താക്കി. അവര് പൂർണ്ണ വിടുതൽ പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ആ സാറിനോട് പറഞ്ഞു, സാറേ, സൗഖ്യമായതിന്റെ തെളിവായി നാളെ ഇവരുടെ മുടി കിളിക്കും. കൊട്ടയ പോലെ ഇരിക്കുകയാണ്, പുരിയൊന്നുമില്ല, എല്ലാം പോയി, മുടി കിളിക്കും എന്നാണ് അടയാളം. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോ മുടി കിളിച്ചു. ഞാൻ പറഞ്ഞു, കൊണ്ടുചെന്ന് അവിടെ പരിശോധിച്ചപ്പോഴത്തേന് അവർക്ക് രോഗമില്ല. വീണ്ടും എത്രയോ വർഷക്കാലം അവർ ജീവിച്ചിരുന്നു, 16 വർഷക്കാലം വീണ്ടും അവർ ജീവിച്ചിരുന്നു. അടുത്ത സമയത്താണ് അവർ മരണപ്പെട്ടു. വാർദ്ധക്യ സഹജമായ രോഗം മൂലം മരണപ്പെട്ടു. എന്താണ് ഇവർക്ക് ഈ രോഗം വരുവാൻ കാരണമെന്ന് പിശാചിനോട് ചോദിച്ചപ്പോൾ പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൾ മാർത്തോമ സഭയിൽ ഉള്ളവളായിരുന്നു. ഇവളിവിടെ വെച്ച് സ്നാനപ്പെട്ടു, പെന്തക്കോസ്തിൽ പോയി. എന്നാൽ ഇവൾ നാട്ടിൽ വന്നപ്പോൾ മാർത്തോമ സഭയിൽ ചെന്ന് കുർബാന എടുത്തു. അപ്പോഴാണ് ഞാൻ ഇവളിൽ കയറിയത്. അത് കേട്ടപ്പോൾ എല്ലാവരും സ്തംഭിച്ചു പോയി. ഞാൻ ചോദിച്ചു, അച്ഛനോട് ശരിയാണോ അച്ഛാ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സത്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോ പിശാചി ചോദിച്ചു, ഞാൻ പറയുന്നത് അങ്ങ് കറക്റ്റ് കാര്യമാണെന്ന് പറഞ്ഞു. ഞാൻ കള്ളമല്ല പറയുന്നത്, കറക്റ്റ് കാര്യമാണ് പറയുന്നത്, ഇതിങ്ങനെയാണ് ഞാൻ കയറിയത്. ഇപ്പൊ യേശുവിന്റെ മുമ്പിൽ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി. അങ്ങനെ ആണ് അവർക്ക് വിടുതൽ പ്രാപിച്ചത്. ഒത്തിരി കാര്യങ്ങളില് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് കഴിയാത്തതായ ഒരു കാര്യവും ഇല്ല. ദൈവത്തിന് സകലതും സാധ്യമാണ്. സ്തോത്രം. അതുപോലെ എന്റെ സുവിശേഷ പ്രവർത്തനത്തില് സഭയിലുള്ള ബന്ധത്തില് ഒരുപാട് നന്മകൾ ചെയ്യുവാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. അതിനൊക്കെ പ്രതിഫലവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ സുവിശേഷം മൂലം നാട്ടിൽ കഷ്ടം അനുഭവിക്കുന്നു എന്ന് ഒരു കേരളത്തിലെ പ്രസിദ്ധനായ ഒരു ദൈവദാസൻ അറിഞ്ഞു. അത് മറ്റാരുമല്ല, മുട്ടങ്കീർ വെച്ച്. അദ്ദേഹം കഴിച്ച സമയത്ത് മരിച്ചുപോയി. അടലേറും ജീവിത മരുവിൽ തളരുകയോ നീ സഹജ എന്ന പാട്ട് എഴുതിയ കർത്തൃദാസൻ. ഇത്ര പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന, ഇത്രയും മർദ്ദനം സഹിച്ചിട്ടും വിശ്വാസത്തിന് വേണ്ടി ഒരു ദേശത്ത് നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുവാൻ അദ്ദേഹം അവിടെ നിന്ന് എന്റെ അടുക്കൽ വന്നു, എന്റെ വീട്ടിൽ വന്നു. ആ താർച്ചിട്ടിട്ട വീട്ടില് ആ ഒരൊറ്റ കട്ടിലില് ഞങ്ങൾ തറയിൽ കിടന്നു, അദ്ദേഹം ആ കട്ടിലിൽ കിടന്നു. രാത്രി കിടന്നിട്ട് അദ്ദേഹം ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഈ ടാർഷീറ്റൊക്കെ അങ്ങ് മാറും, ഈ സ്ഥിതിയൊക്കെ അങ്ങ് മാറിപ്പോകും, ഈ പ്രതികൂലങ്ങളും മാറും, ഈ ദേശത്ത് നിന്ന് അനേകർ എഴുന്നേൽക്കും, നിങ്ങൾ ഉറപ്പോടെ നിൽക്കണമെന്ന് മുട്ടങ്കി വർഗീസ് എന്നോട് പറയുവാൻ ഇടയായി. അന്ന് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എഴുതിയ ഒരുപാട് അനുഭവങ്ങൾ എന്റെ അടുത്ത് പറയുവാൻ ഇടയായി തീർന്നു. തന്റെ കത്തറയുടെ കാര്യങ്ങൾ പറഞ്ഞു. തന്റെ ഭാര്യയെ നോക്കി പാടിയതാണ്, പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നീ കൊടിക്കും, മരുഭു പ്രയാണം കഴിയും വരെയും മറയ്ക്കുമവൻ നമ്മെ ചിറകടിയിൽ. ഞാനും പാട്ടുകൾ എഴുതുന്നത് കൊണ്ട് അദ്ദേഹം ഇന്ന രീതിയിലാണ് പാട്ടുകൾ എഴുതിയതെന്ന് എന്റെ അടുത്ത് പറയുവാൻ ഇടയായി തീർന്നു. 2 ദിവസക്കാലം അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. ഒരു പകൽ വന്ന് രാത്രിയും പകലുമൊക്കെ ഞങ്ങളോടൊത്ത് കഴിഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി, ഉറപ്പോടെ നിൽക്കണം, വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കണം, നിന്റെ ദേശത്ത്, ഈ ദേശത്ത് ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്, വിളിച്ചിരിക്കുകയാണ്, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ച് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എനിക്ക് ഒരു അവിടെ സഭയ്ക്ക് സ്ഥലം വാങ്ങി, സഭാകാള് പണിഞ്ഞു, സഭയുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അപ്പൊ ദൈവാത്മാവ് പറഞ്ഞു, ഇനി ഞാൻ നിനക്കൊരു ഭവനം പണിഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒരു ആലയം പണിഞ്ഞതുകൊണ്ട്
ഞാൻ നിനക്കൊരു ഭവനം പണിയെന്ന് പറഞ്ഞു. അന്ന് അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ദേശത്ത് ആ സ്ഥലത്ത് പെട്ടെന്ന് ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് വിലയുണ്ടായി. അങ്ങനെ ആ സ്ഥലം വിൽക്കുവാനിടയായി. ആ സ്ഥലം വിറ്റിട്ട് ഞാൻ ഒരിക്കൽ ഈ കുറച്ച് ദൂരെ വരണം ആ സ്ഥലത്ത് നിന്ന് മീൻ വാങ്ങുവാനായിട്ട്. കാവനാട് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ആ സ്ഥലത്ത് വന്നു. മീൻ വാങ്ങിച്ചിട്ട് മടങ്ങുമ്പോൾ ഒരു ഫ്ലോട്ട് പിന്നെ വിഭാഗിച്ചു കൊടുക്കുന്നതായിട്ട് കണ്ടു. ഞാൻ അങ്ങോട്ട് സൈക്കിൾ വെച്ചിട്ട് അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, സാറേ ഈ ഫ്ലോട്ട് കൊടുക്കാനാണോ എന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, ഇതെല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞു. ആ ഫ്രണ്ടില് മാത്രം പോയി ബാക്കിയെല്ലാം കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ഞാനൊരു ഫ്ലോട്ടിലോട്ട് കയറി നിന്നപ്പോൾ പെട്ടെന്ന് സ്വർഗം എന്റെ മേൽ തുറന്നിട്ട് പറഞ്ഞു, ഞാനിത് നിനക്ക് തന്നിരിക്കുന്നു, നീ ഇത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ അന്ന് 50,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചു, സാറേ എത്ര അഡ്വാൻസ് തരണം? ആ പറഞ്ഞ 50,000 രൂപ അഡ്വാൻസ് തരണം, പക്ഷെ 4 മാസമൊന്നും തരില്ല, 2 മാസത്തിനുള്ളിൽ എഴുതണമെന്ന് പറഞ്ഞു. ഏതായാലും ദൈവം പറഞ്ഞതല്ലേ, ഞാൻ ആ 50,000 രൂപ കൊണ്ടുവന്ന് അഡ്വാൻസ് കൊടുത്ത് അത് എഗ്രിമെന്റ് ഒക്കെ എഴുതി. ദൈവം പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ഥലം വിൽക്കുവാനും. അപ്പൊ ആ സ്ഥലം വാങ്ങിയ എന്റെ ഒരു ബന്ധുവാണ്. അവര് പറഞ്ഞു, മോനെ നീ ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ നീ അവിടെ വീട് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മാറിയാൽ മതി. അങ്ങനെ ദൈവം വലിയ ഒരു അത്ഭുതം ചെയ്ത് ഒരു നല്ലൊരു ഭവനത്തില്, ഏത് ഭവനത്തിൽ നിന്ന് എന്നെ ഒരു രാത്രി ഇറക്കി വിട്ടോ എന്റെ മാതാപിതാക്കൾ, അതുപോലൊരു ഭവനം ചമറ്റാൻ ദൈവം എനിക്ക് കൃപ വന്നു. അങ്ങനെ ഒരു ഭവനത്തില് ഞാനും എന്റെ മക്കളും, ഞങ്ങൾക്ക് അന്ന് കട്ടിലൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു കസേരയൊന്നുമില്ല. ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഒരുമിച്ചുണ്ടായതല്ല, ഘട്ടം ഘട്ടമായിട്ട് വളരെ കാത്തിരുന്ന് ഒന്നും കടം വാങ്ങാതെ ഒരു ഭാരവും വരുത്താതെ ദൈവം തന്നതിനനുസരിച്ച് ഉണ്ടായതാണ്. അപ്പൊ 1-2 പെൺകുട്ടികളെ ഞങ്ങൾ ദരിദ്രരായ കുട്ടികളെ വിവാഹം കഴിപ്പിച്ചൊക്കെ അയച്ചു. പല നിലവാരത്തില് അവരെ അയക്കുകയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ എന്റെ മക്കൾക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ സ്ത്രീധനം വാങ്ങാതെ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്ന് എന്റെ മൂത്ത മകളെ വിവാഹം കഴിച്ചു. അദ്ദേഹം അന്ന് കൊല്ലത്ത് ഐത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡിലെ പാസ്റ്റർ ആയിരുന്നു, അലക്സ് ജോർജ്. അദ്ദേഹം ഇരപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് ദർശനം കിട്ടിയിട്ടാണ് രാജസ്ഥാനിൽ പോയത്. രാജസ്ഥാനിലെ വീടുകളിൽ കയറണമെങ്കിൽ ഭാര്യയും കൂടെ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പുള്ളിക്ക് കല്യാണം കഴിക്കണം. ഈ മിഷണറി ആണെന്ന് പറയുമ്പോൾ ആരും പെണ്ണ് കൊടുക്കത്തില്ല, അത് രാജസ്ഥാനാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പലതും കല്യാണം നടക്കാതെ പോകാതെ ഇരുന്നപ്പോഴാണ് അവസാനമായിട്ട് ഇദ്ദേഹത്തിന്റെ ടിക്കറ്റ് ക്യാൻസൽ ആയിക്കൊണ്ട് എന്റെ മകളെ കാണാനായിട്ട് വരുന്നത്. അങ്ങനെ വന്നപ്പോൾ എന്റെ മകൾ രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മിഷണറി ആകണമെന്ന്. ഈ വ്യക്തി വന്നിട്ട് കണ്ടിട്ട് എന്റെ മകളുമായിട്ട് സംസാരിച്ചിട്ട് ആ മകൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ദൈവം എനിക്ക് കാണിച്ച ഒരു മകളാണ്, അതുകൊണ്ട് എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ വിവാഹം. എന്നെ ദൈവം പിടിച്ച പിടിയാല് ബലം പ്രയോഗിച്ച് കല്യാണം നടത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ രാജസ്ഥാനിലെ ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് മകൾ ചെല്ലേണ്ട സ്ഥലമല്ലേ, കാണാനായിട്ട് പോയി 2 സുഹൃത്തുക്കളുമായിട്ട്. അവിടെ കാണാൻ ചെന്നപ്പോഴുണ്ട് അവിടെ വിശ്വാസികളൊന്നുമില്ല, 1-2 പേര് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരന് 1-2 വർഷമായിട്ട് അവിടെ ഒരു വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആ സമയത്ത് ഒരു പാട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഞങ്ങള് മുകളിൽ കയറി ഗിറ്റാറൊക്കെ അടിച്ച് പാടുമായിരുന്നു. ആ പാട്ട് ഇതാണ്: അപ്പ എന്നെ തൊട്ടാൽ സൗഖ്യമായിടും, ഉന്നതൻ എന്നെ തൊട്ടാൽ സൗഖ്യം വന്നിടും, ദേഹം ദേഹി ആത്മാവെല്ലാമേ പൂർണ്ണമായിടും, ദേഹം ദേഹി ആത്മാവെല്ലാമേ പൂർണ്ണമായിടും. ഞാൻ ഈ പാട്ട് ഞങ്ങൾ ഗിറ്റാർ അടിച്ച് പാടും. പക്ഷെ അവിടെ രാജസ്ഥാനിലെ വീടുകളെല്ലാം ഇങ്ങനെ ചേർത്താ കെട്ടുന്നത്. അത് നമ്മുടെ കണക്ക് വല്ല സെപ്പറേറ്റ് മതിലൊന്നും കെട്ടാൻ അവിടെ പറ്റത്തില്ല, ചേർത്താണ് അവിടെ കെട്ടുന്നത്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ചാടി പോവാം. അപ്പൊ ഈ തൊട്ടടുത്ത വീട്ടിലെ അവർ ഈ പാട്ട് ശ്രദ്ധിക്കും. മലയാളം പാട്ടാണെങ്കിലും ഹിന്ദിക്കാർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങ് പോകുന്ന ശേഷം അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങ് പോകുന്ന ശേഷം ഒരു ദിവസം കഥകളി വന്ന് ഒരു പയ്യൻ വന്ന് മുട്ടി കഥ തുറന്നപ്പോ ഇവൻ നിന്ന് പാടുകയാണ്, ഈ ഹിന്ദിക്കാരൻ പയ്യൻ. അപ്പ എന്നെ തൊട്ടാൽ സൗഖ്യമായിടും. അപ്പൊ അവൻ വന്ന് അത്തോട്ട് കയറാൻ എന്റെ മരുമോൻ പറഞ്ഞു, അത്തോട്ട് വരാൻ പറഞ്ഞു. എന്താ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചു. അന്നും പറഞ്ഞു, എനിക്ക് ആഹാരം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും, 2 റൊട്ടി കഴിച്ചാൽ അപ്പൊ തന്നെ ഛർദ്ദിക്കും. പാസ്റ്റർജി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്
സൗഖ്യം തന്ന ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വരുമെന്ന് അവൻ പറഞ്ഞു. അദ്ദേഹം വിശ്വാസത്താൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി 5 റൊട്ടി കഴിക്കാൻ പറഞ്ഞു. അവൻ ആ വെള്ളം കഴിച്ചിട്ട് വീട്ടിൽ ചെന്ന് 5 റൊട്ടി ഉണ്ടാക്കി തരാം. അപ്പൊ അവരുടെ അമ്മ പറഞ്ഞു, എന്തുവാണ് 2 എണ്ണം പോലും കഴിക്കാത്തത്, നിനക്ക് എന്താണ് ഇന്ന് 5 എണ്ണം തരാൻ പറഞ്ഞു. അങ്ങനെ 5 എണ്ണം മേടിച്ച് അവൻ 5ഉം കഴിച്ചു. അവൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ വന്നപ്പോ അവൻ എന്ത് ചെയ്തു, അവന്റെ വീട്ടിലെ ഒത്തിരി ദൈവങ്ങളെ വെച്ചിട്ട് ഇത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദൈവങ്ങളെല്ലാം അവനൊരു കൊട്ടയ്ക്കകത്ത് അടുക്കി അവിടുത്തെ ഇന്ദിരാഗാന്ധി കനാലിൽ കൊണ്ടുവന്ന് അവൻ കളഞ്ഞു. അവന്റെ വീട്ടുകാർ പുറകിനോടി, ഇടാ കളയരുത്, മത എനിക്ക് സൗഖ്യം തരാത്ത ഈ ദൈവങ്ങള് ഇവിടെ ഇനി വേണ്ട എന്ന് പറഞ്ഞു, എനിക്ക് യേശു മതിയെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ ആ വീട്ടുകാർ മുഴുവൻ വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായി. ആ മകളെ വിശ്വാസത്തിൽ, അവരുടെ ഒരേ ഒരു മകളാണ്, ആ വിശ്വാസത്തില് അവളെ വിവാഹം കഴിപ്പിക്കുവാനും ദൈവം കൃപ പകരുവാൻ ഇടയായി. ദൈവകൃപയാല് ഒരാളായിട്ട് തുടങ്ങിയ ആ ദൈവസഭ ഇന്നൊരു 10, 80, 100 അങ്ങനെ പല നിലവാരത്തിൽ അതിങ്ങനെ വളർന്നുകൊണ്ട് ഇരിക്കുകയാണ്. സ്തോത്രം. അവിടുത്തെ ഒരു അനുഭവം ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ നമുക്കറിയാമല്ലോ, രാജസ്ഥാനിലെ ഒരുപാട് പൈശാചികമായിട്ടുള്ള ബാധകളുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട്. അപ്പൊ എന്റെ മരുമകന്റെ ശുശ്രൂഷാർത്ഥത്തെ ആദ്യ കാലഘട്ടത്തിൽ ഈ പൈശാചിക ശക്തികളെ പുറത്താക്കുന്ന പുള്ളിക്ക് ഒരു ഇത്തിരി പേടിയുള്ള ഒരു കാര്യമായിരുന്നു. അത്ര ശുശ്രൂഷകളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് കാര്യങ്ങൾ വന്നാലും എന്നെ വിളിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഈ കേരളത്തിൽ നിന്ന് എപ്പോഴും രാജസ്ഥാനിൽ പോകുന്ന കാര്യം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയും, നിങ്ങൾ ഇതിന് പ്രാപ്തനാകണം, നിങ്ങൾക്ക് ഈ ഒരു അഭിഷേകം ദൈവം തരും, നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറയും. പക്ഷെ എന്നാല് ഈ പുള്ളിക്കാരൻ ഗ്രാമത്തിലൂടെ പോയി ഒരു ട്രാക്ടർ കൊടുത്തു പോകും. ഇന്ന് ട്രാക്ടർ കൊടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ട്രാക്ടർ കൊടുത്താൽ വലിയ വിഷയമാണ്. അന്ന് കൊടുക്കാമായിരുന്നു. ഏതായാലും ഒരു ട്രാക്ടർ എങ്ങനെയോ ആരോ കൊടുത്തത് കളഞ്ഞത് കാറ്റിൽ പറന്ന് ഒരാളിന്റെ കയ്യിൽ കിട്ടി. അയാൾ ഒരു മന്ത്രവാദിയായിരുന്നു. ഈ മന്ത്രവാദിയുടെ കയ്യിൽ ഈ ട്രാക്ടർ കിട്ടിയപ്പോൾ അയാൾ ഇത് വായിച്ചു. യേശു ഏകരക്ഷിതാവ്, യേശു നിന്നെ വിടുവിക്കും, യേശു നിനക്ക് സൗഖ്യം തരും എന്നുള്ളതാണ് അയാൾ വായിച്ചത്. അയാൾക്ക് ആ നമ്പറിൽ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് ഉള്ളൊരു വ്യക്തിയാണ്, ഞാനൊരു മന്ത്രവാദിയാണ്, എനിക്ക് നിങ്ങളെ കാണണം, യേശുവിനെ ഒന്ന് അറിയണം. അപ്പോ എന്റെ മകന് മന്ത്രവാദിയാണ് ഈ കാണണമെന്ന് പറഞ്ഞപ്പോൾ വിഷമമായി. അപ്പോ എന്നെ വിളിച്ചു ചോദിച്ചു, എന്ത് വേണം? ഞാൻ പറഞ്ഞു, പോകരുത്, അവരെ ഇങ്ങോട്ട് വിളിക്കുക, നിങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കുക, കൺഫേം ചെയ്യുക, ഇത് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ അവര് ആ ഞായറാഴ്ച ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ അങ്ങോട്ട് ചെന്നു. ഭാര്യയും ഭർത്താവും ഈ മകനുമായിട്ട് ചെന്നു. അവരുടെ ചരിത്രം പറഞ്ഞു. ഇദ്ദേഹം പിശാചിനെ നേരിട്ട് കാണുന്ന വ്യക്തിയായിരുന്നു. പിശാചിനെ നേരിട്ട് കണ്ട് സംസാരിക്കും. കാരണം ഇയാൾ മനുഷ്യക്കുരുതി നടത്തുന്ന വ്യക്തിയാണ്. അവിടെയൊക്കെ ഒരു മനുഷ്യക്കുരുതി നടന്നാലൊന്നും ആരും അറിയുകയില്ല. രാജസ്ഥാനിലെ ഞങ്ങൾ തന്നെ ആയിരിക്കും സൂരത് കട്ടിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള നിരവധി വിജനമായ സ്ഥലമാണ്. മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാണ് അവിടെ ഇവരുടെ ഗ്രാമത്തിൽ എത്താൻ പറ്റും, മന്ത്രവാദിയുടെ ഗ്രാമത്തില്. അപ്പൊ ഒരിക്കലെ മന്ത്രവാദി ഇങ്ങനെ കുരുതി കഴിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണല്ലോ. അപ്പൊ പിശാചി വരുമല്ലോ. അപ്പൊ ഈ ഗ്രാമക്കാര് മന്ത്രവാദി പറയുന്നതേ കേൾക്കും. കാരണം ഇയാൾ മഴ പെയ്യിക്കും, ഇയാൾ മന്ത്രവാദം ചെയ്ത് മഴ പെയ്യിക്കും, എന്ത് കാര്യങ്ങളും ഇയാൾ കാണിക്കും. നമ്മളെ അപ്പസ്തോല പ്രവൃത്തി വായിക്കുന്ന പോലെ ആളുകളെ ഭ്രമിപ്പിക്കുന്ന മന്ത്രവാദം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ മന്ത്രവാദി പറയുന്നത് ആ ഗ്രാമത്തിലെ ആളുകൾ കേൾക്കുകയുള്ളൂ. ഒരു രോഗം വന്നാൽ മന്ത്രവാദി പറ്റത്തില്ലെന്ന് പറഞ്ഞാലേ ആശുപത്രിയിൽ പോവുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിശാച് ഒരു പൗർണമി രാത്രിയിൽ വന്നിട്ട് പറഞ്ഞു, പിശാച് വന്ന് നേരിട്ട് പറഞ്ഞു, ഇനി ബലി കഴിക്കേണ്ടത് അടുത്തത് നിന്റെ മകനെയാണ്. അപ്പോൾ മന്ത്രവാദി പറഞ്ഞു, എനിക്ക് അത് മാത്രം നടക്കത്തില്ല, വേറെ ആരെ വേണമെങ്കിലും ബലി കഴിക്കാം, എന്റെ മകനെ നിനക്ക് ബലി കഴിക്കാൻ ഞാൻ തരികയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് തമ്മിൽ പ്രശ്നമായി. അപ്പൊ അവന്റെ കൃഷിഫലങ്ങളെല്ലാം പിശാച് നശിപ്പിച്ചു. അവന്റെ ജീവിതത്തിൽ അസ്വസ്ഥതയായി. അവന്റെ ഭാര്യയ്ക്ക് രോഗമായി, മകന് രോഗമായി, അവന് രോഗമായി, ആകെ പ്രശ്നമായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ട്രാക്ടർ കിട്ടുന്നത്. ഒരു ട്രാക്ടറിന്റെ വില അതാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ലഘുലേഖ, ആളുകൾ നോക്കുമ്പോൾ ഒരു ലഘുലേഖ, പക്ഷെ അതൊരു ആത്മാവിനെ രക്ഷിക്കാൻ അത് വിടുതലാണ്, അതിന് കാരണമാണത്. അപ്പൊ അങ്ങനെ അത് പ്രകാരം അവര് സഭയിൽ വന്നിട്ട് എന്റെ മകനെ അങ്ങോട്ട് വിളിച്ചപ്പോൾ തന്നെ അത് അങ്ങനെ പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ കേരളത്തിൽ നിന്ന് രാജസ്ഥാനിലെത്തി. ഞങ്ങൾ രണ്ടുപേരും ഈ 40 കിലോമീറ്റർ അകലെയുള്ള ആ ഗ്രാമത്തിലേക്ക് ചെന്നു. ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച,
മന്ത്രവാദിയുടെ വീടാണ്, അരമതിലാണ്. ഈ 4 മൂലയിലും 4 മനുഷ്യന്റെ തലയോട്ടി കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മനുഷ്യന് ബലി കഴിക്കുന്ന ബലിക്കല്ലുണ്ട്. അങ്ങനെ ഒരു ഭീകരമായ അന്തരീക്ഷം. പക്ഷേ അതിന്റെ തളത്തിലെല്ലാം ആ ഗ്രാമത്തിലെ രോഗികളായിട്ടുള്ള ആളുകളെ അയാൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. കുരുടനുണ്ട്, ചെകിടനുണ്ട്, അപ്പൊ തളർന്നു കിടക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രോഗികളെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചത് മന്ത്രവാദിയും ഭാര്യയും മകനും മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇത്രയും ജനങ്ങള്, ഇവര് എല്ലാവരും കൂടെ നമ്മളെ പകവരുത്താനെങ്ങാണോ? വലിയ കൂട്ടം ജനമാണ്. അപ്പൊ മന്ത്രവാദി പറഞ്ഞു, പേടിക്കണ്ട, ഇവരെല്ലാം രോഗികളാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് സൗഖ്യം കിട്ടുമെന്ന്, നിങ്ങൾ ഇവരെ എല്ലാം സൗഖ്യമാക്കണം. അപ്പൊ അതെങ്ങനെ, ഇത് പനിയോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ. ജന്മന കണ്ണ് കാണാത്ത ആളുകള്, ചെവി കേൾക്കാത്ത ആൾക്കാര്, ഊമര്, ഭൂതഗ്രസ്തര്, അപ്പൊ ഇവരെയൊക്കെ ഇതെന്ന് പറഞ്ഞ വേദപുസ്തകത്തിൽ കാണുന്ന കാര്യമല്ലേ, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. തന്നെയല്ല, തളർന്നു കിടക്കുന്ന ആളെ എങ്ങനെ എഴുന്നേൽക്കും എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഉള്ളിലൊരു ഭീതിയായി. അപ്പൊ എന്റെ മരുമകൻ പറഞ്ഞു, പപ്പാ പ്രാർത്ഥിര് എന്ന് പറഞ്ഞു, പ്രസംഗിക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, രണ്ടുപേര് ഞാൻ പ്രസംഗിച്ച ട്രാൻസ്ലേഷൻ ചെയ്യണം, അത്രയും സമയം പോകും, മോൻ പ്രസംഗിച്ചോളൂ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് അത്ഭുതം ചെയ്യും. നമ്മുടെ കർത്താവ് അത്ഭുതം ചെയ്തില്ലെങ്കിൽ നമ്മുടെ കർത്താവിന് നാണക്കേടാണ്. അതുകൊണ്ട് ഇത്രയും ആൾക്കാരുടെ മുമ്പില് ദൈവം അത്ഭുതം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. എന്റെ മകനെ ആ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടമാണ്, ധൈര്യപ്പെടുത്തി. അങ്ങനെ ഞങ്ങള് ശുശ്രൂഷ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങള് ഒന്ന് ആരാധിച്ചു, ഒരു പാട്ട് പാടി ആരാധിച്ചു. അതിനു മുമ്പ് വിശേഷമായ ഒരു കാര്യം നടന്നു. അതായത് ഞങ്ങൾ അവിടെ കടന്നു ചെന്നപ്പോൾ ഞാൻ ആ വീടിന്റെ മുകളിലേക്ക് ഒന്ന് ചുറ്റി നോക്കിയപ്പോൾ ഇന്ത്യയിലെ സകല അന്യ ദൈവങ്ങള് പടങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 10-200 പടം അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നോക്കിയപ്പോ അവൻ ചോദിച്ചു, ഈ മന്ത്രവാദി ചോദിച്ചു, ഇതെല്ലാം മാറ്റണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് മാറ്റണം, ഇതെല്ലാം മാറ്റിയാലേ പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം വെച്ചാല് ഇനി മാറ്റിയില്ലേ നമുക്ക് പ്രാർത്ഥിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഇവന്റെ മകന്റെ അടുത്ത് പറഞ്ഞു, ഒരു ഏണി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഏണി എടുത്തോണ്ട് വന്ന് ഈ മകൻ കയറി സകല ഈ ദൈവങ്ങളെ എല്ലാം 3 കൊട്ടയിൽ അടുക്കി. അപ്പൊ അവിടെ ഒരു യേശുവിന്റെ പടം വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒരു മൂലയ്ക്ക് വെച്ചിട്ടാണ്. അവൻ ചോദിച്ചു, അത് മാറ്റണോ? ഞാൻ പറഞ്ഞു, അതും മാറ്റണം. അങ്ങനെ ആ പടവും എടുത്ത് അതിന്റെ കൂടത്തിൽ വെച്ച് അവൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് കൊണ്ട് നാറ്റി കളയണം എന്ന് പറഞ്ഞു. അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. ആദ്യമായിട്ട് ജന്മന സംസാരിക്കാത്ത ഊമയായ ഒരു പെൺകുട്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രാമക്കാർക്കെല്ലാം അറിയാം, ഇവള് സംസാരിക്കത്തുമില്ല, ഇവളൊന്നും കേൾക്കത്തുമില്ലെന്നുള്ളത്. അവളുടെ പേര് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല, ദ്രൗപദി എന്നാണ് അവളുടെ പേര്. ഏകദേശം ഒരു 18-19 വയസ്സോളം ഉണ്ട്. അത്രയും നാൾ അവള് സംസാരിക്കത്തതുമില്ല, അവള് കേൾക്കത്തതുമില്ല. എന്നാൽ യേശുവിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല. അല്പ എണ്ണ എടുത്തിട്ട് ഞാൻ അവളുടെ എന്റെ മരുമകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നല്ല പോലെ ഉള്ളിൽ ഇടുങ്ങിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇത്രയും ഒരൊറ്റ വാക്കേ പറഞ്ഞോളൂ. അതാ ആ ഒരു വാക്കിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കുരുടന് കാഴ്ചയും ചെകിടന് കേൾവിയും കൊടുത്ത കർത്താവേ, ഇവളെ സൗഖ്യമാക്കണമേ. ഇത് പറഞ്ഞ മാത്രയിൽ ഈ പെൺകുട്ടി അലറി വിളിച്ച് ഉരുണ്ട് നിലത്ത് വീണ് ആ പൈശാചികമായ ശക്തി ഇവരുടെ കേൾവിക്ക് തടസ്സമായിട്ടും സംസാരത്തിന് തടസ്സവുമായിട്ട് നിന്ന ആ അന്ധകാര ശക്തി അവളെ വിട്ട് മാറുവാനിടയായി തീർന്നു. ചിടത്തി അവൾ പറഞ്ഞ ഒരൊറ്റ യേശു മസീഹി ജയ്. അവൾ വാതുറന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അപ്പോൾ ആ ഗ്രാമക്കാർക്കെല്ലാം അങ്ങ് ഭയങ്കരമായ വിശ്വാസമായി. ഏത് രോഗവും സൗഖ്യമാകുമെന്ന് അവർക്ക് മനസ്സിലായി. അവരെക്കാളും വലിയ തണുപ്പുണ്ടായത് ഞങ്ങൾക്കാണ് ആ അത്ഭുതം നടന്നത് വഴി. അപ്പൊ ഞങ്ങൾക്ക് ധൈര്യമായി, ഇനി കർത്താവ് എന്തും ചെയ്യും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ ഒരു ജന്മന കണ്ണ് കാണാത്ത ഒരു പയ്യനെ കൊണ്ടുവന്നു. അപ്പൊ കണ്ണ് തുറക്കണം, എണ്ണ എടുത്ത് അവന്റെ കണ്ണിൽ പുരട്ടി, കർത്താവേ, കുരുടന് കാഴ്ച കൊടുത്ത കർത്താവേ, ബദ്ധിമായുടെ കണ്ണ് തുറന്ന കർത്താവേ, ഈ കുഞ്ഞിന്റെ കണ്ണ് ഇപ്പോൾ തുറക്കണേ പറഞ്ഞ്
കണ്ണ് തുറന്ന മാത്രയിൽ അവന്റെ കൃഷ്ണമണി യഥാസ്ഥാനത്ത് വന്നു. അവന്റെ കണ്ണ് തുറന്ന് അവൻ കാഴ്ച പ്രാപിച്ചു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ, ഈ ഒത്തിരി അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ തീരാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ. തളർന്നു കിടന്ന, കിടക്കയിൽ കിടന്ന ഒരു അപ്പച്ചൻ ചാടി എഴുന്നേൽക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ അവിടെയുള്ള ആളുകൾ കാണുവാനിടയായി. അനേക രോഗികൾ സൗഖ്യമായി. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞങ്ങൾ ഇതൊന്നും ഷൂട്ട് ചെയ്തില്ല. വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് അവര് പോപ്പുലറാണ്. ഒരു കാരണവശാലും ഞാൻ പോകുന്ന ഇടങ്ങളില് ഒരുപാട് പൈശാചിക ശക്തിയുള്ള വ്യക്തികള് വിടുതൽ പ്രാപിക്കും. ഇന്നത്തെ കാലഘട്ടത്തിലെ ടിവിയിലൂടെ ഒരു ഭൂതങ്ങളെ പുറത്താക്കുന്നത് ആ ശുശ്രൂഷകന്മാരെ മയക്കി വെച്ചിട്ട് അത് ഇത് കാണിക്കും. ഞാൻ ഇങ്ങനെ കമന്റ് ചെയ്താറുണ്ട്, നിങ്ങൾ വലിയ ആളുകളാണ് ഇത് കാണിക്കുന്നത്. നിന്റെ മകനാണ് ഭൂതം ബാധിച്ചതെങ്കിൽ നീ ഇത് യൂട്യൂബിൽ കാണിക്കൂ. നിന്റെ ഭാര്യക്കാണ് ഭൂതം ഇളകുന്നതെങ്കിൽ നീ ഇത് കാണിക്കൂ. നിന്റെ മകൾക്കാണ് ഈ ഭൂതം ഇളകുന്നതെങ്കിൽ നീ ഇത് കാണിക്കൂ. ഞാനിങ്ങനെ പറയാറുണ്ട്, അവർക്കൊരു വ്യക്തിത്വമുണ്ട്. നിന്റെ അമ്മയെ പോലെ, നിന്റെ ഭാര്യയെ പോലെ, നിന്റെ അപ്പനെ പോലെ, നിന്റെ മക്കളെ പോലെ ഒരു വ്യക്തിത്വം പൈശാചികവാദയുള്ള അവർക്കുണ്ട്. അവരുടെ ആ പൈശാചികം വിട്ടുപോകുന്നത് ഷൂട്ട് ചെയ്ത് നിനക്കാളാ ആള് കളിക്കാനുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര ആള് കളിക്കണം? ഇന്നത്തെ കാലഘട്ടത്തിൽ വല്ലാത്ത കാലഘട്ടമായി മാറുകയാണ്. എന്താണ്, എങ്ങനെയും ഒരു ഭൂതവിളകി കാണിച്ച് യൂട്യൂബിലിട്ട ഏതാണ്ട് വലിയൊരു ശുശ്രൂഷകനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മളെ നോർത്ത് ഇന്ത്യയിലെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഉടുപ്പും ഒരു പാന്റും ഒരു കീറിയ വേദപുസ്തകവുമായിട്ട് നടക്കുന്ന ശുശ്രൂഷകന്മാർ പോയി പ്രാർത്ഥിക്കുമ്പോൾ എത്ര അത്ഭുതമാണ് നടക്കുന്നത്. അതൊന്നും ആരും ഷൂട്ട് ചെയ്യാറില്ല. ഞങ്ങൾ അവിടെ എത്രയോ ആളുകള്, സഭയിൽ തന്നെ എത്ര വിടുതലാണ് നടക്കുന്നത്. ഞങ്ങൾ പോകുന്ന നോർത്ത് ഇന്ത്യയിലെ സഭകളിൽ നടക്കുന്ന ഇതൊന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കത്തില്ല, ലൈവ് പോകാൻ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ടാണ്? അവർക്കൊരു വ്യക്തിത്വമുണ്ട്. ഈ വരുന്നവരെ നാളെ അവരത് കാണുമ്പോൾ അവർക്ക് തന്നെ ലജ്ജ തോന്നും. അയ്യേ, ഞാൻ ഇങ്ങനെ ആയിരുന്നോ എന്ന് തോന്നും. അത് കാണിക്കാൻ പാടില്ല. നമ്മളിപ്പോ കാണുന്നില്ലേ, കേരളത്തിൽ തന്നെ പല ശുശ്രൂഷകന്മാരും വേദിയിൽ പിടിച്ചു നിർത്തി പെമ്പിള്ളാരെ ചിരിപ്പിക്കുന്നത്, എന്നിട്ട് പൈശാചിക ശക്തികളെ പുറത്തു വാ എന്ന് പറഞ്ഞൊക്കെ കാണിക്കുന്നത്. അവരുടെ മകളാണെങ്കിൽ അങ്ങനെ കാണിക്കുമോ? അവരുടെ ഭാര്യയാണെങ്കിൽ അങ്ങനെ കാണിക്കുമോ? കാണിക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ദൈവദാസന്മാരുടെ കാര്യം ഞാൻ കാണിക്കണം? ഇന്ന് കേരളത്തിലെ ഉള്ള നിരവധി, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഒരുപാട് ദൈവദാസന്മാരും ഒരുപാട് ദൈവമക്കളും പൈശാചിക ശക്തിയുടെ പിടിയിലാണ്. അതിന് കാരണം ഈ മൊബൈലാണ്. ഈ മൊബൈലിലെ വൃത്തികേടുകൾ കണ്ട് പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് വിശ്വാസികൾ ഇന്ന് ശുശ്രൂഷയില് എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ തന്നെ ഞങ്ങള് ഈ ഒരിക്കലെ ഞാൻ ഡൽഹിയിലേക്ക് കടന്നുപോയി. എല്ലാ വർഷത്തിലും ഞാൻ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ കടന്നു പോകാറുണ്ട്. ഡൽഹിയിലെ കടന്നു പോകുമ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു മക്കളില്ലാതിരുന്ന ദമ്പതികള് അവൾ ഗർഭം ധരിച്ചു. പക്ഷെ ആ ഗർഭാവസ്ഥയില് സ്കാൻ ചെയ്തപ്പോൾ ആ കുഞ്ഞിന് മൂക്കില്ല. അവര് പറഞ്ഞു, ഇതിനെ അങ്ങ് ഇല്ലാതാക്കുന്നത്, മൂക്കില്ലാതെ ജനിച്ച് ഒരു വല്ലാതെ ഈ കുഞ്ഞ് ജനിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു വളരെ പ്രയാസത്തോടു കൂടിയാണ് അവിടെ പ്രാർത്ഥിക്കാൻ വന്നതെന്ന്. ആ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു അത്ഭുതം ചെയ്തു അവരുടെ ജീവിതത്തില്. അങ്ങനെ പിന്നെ കൊണ്ടിരുന്ന് സ്കാൻ ചെയ്തപ്പോഴത്തേന് അവിടെ മൂക്കുണ്ട്. നമ്മുടെ കർത്താവിന് കഴിയാത്തതായ ഒന്നുമില്ല. നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ അവൻ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്. ഇന്നും അനേക ഇടങ്ങളിൽ കടന്നുപോയി. എനിക്ക് പറയാൻ ഒത്തിരി അത്ഭുതങ്ങളുണ്ട്, പറഞ്ഞാലൊന്നും തീരത്തില്ല. ഒരു പുസ്തകം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, ബാറ്റിൽ ഫീൽഡ് എന്ന്. ആ പുസ്തകം വായിച്ച് അനേകർ വിടുതൽ പ്രാപിക്കാറുണ്ട്. അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒന്നും വിൽക്കാനല്ല, ഇതെല്ലാം കൊടുത്തിട്ട് ആരെങ്കിലും വായിക്കാൻ സമയമുള്ളവർ വായിച്ച് സ്വതന്ത്രമാകട്ടെന്ന് കണ്ടാണ് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പൈശാചിക ശക്തി കയറുന്നതെന്നെല്ലാം ഞാൻ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവകൃപയാല് ഒരുപാട് ആളുകൾ എന്റെ ഭവനത്തിലും വരാറുണ്ട്. ആരുടെയും പേരുകൾ ഞാൻ വെളിപ്പെടുത്താറില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ മകൾക്കോ നിങ്ങൾക്കോ ഒരു പൈശാചികമായ ശക്തിയുടെ പോരാട്ടമുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്റെ അടുക്കൽ വരാം.
ഞാൻ നിങ്ങളുടെ പേരൊന്നും പറയുകയില്ല. നിങ്ങൾ സ്വതന്ത്രമായി ജീവിക്കണം, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളൊരു കാര്യമുള്ളൂ. കർത്താവ് എനിക്ക് സൗജന്യമായി തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇത് കാശ് വാങ്ങി ഞാൻ ചെയ്യാറില്ല. എന്നെ ആരെങ്കിലും ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ എന്തെങ്കിലും വണ്ടിക്കൂലി തന്നാൽ വാങ്ങുമെന്നുള്ളതല്ലാതെ എന്റെ ഭവനത്തിൽ വരുന്ന ഒരു വ്യക്തികളിൽ നിന്നും ഞാൻ ഒന്നും വാങ്ങാറില്ല. പിന്നെ അതാത് സഭകളിൽ കടന്നു ചെല്ലുമ്പോൾ ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില പൈശാചിക ശക്തികൾ ഇളകും, ചില പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുവാനിടയാകും. ഇതൊക്കെ ദൈവം പകരുന്നതാണ്. ഇതൊന്നും നമ്മളെ വലിയവരാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ നമ്മൾ ഉപയോഗിക്കരുത്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുപ്പി. 5000 10,000 വേണമെന്ന് പറഞ്ഞു ഒരുപാട് പേര് ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ഈ കോട്ടയത്ത് നിന്ന് ഒരു കുടുംബം എന്റെ അടുക്കൽ വന്നു. കണ്ണീരും അവസാനമാണ്, ഇനി പ്രാർത്ഥിക്കത്തില്ല പാസ്റ്ററെ, അവസാനമാണ് പാസ്റ്ററിന്റെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാണ് വന്നത്. അവര് പറഞ്ഞത് 2.5 ലക്ഷം രൂപയോളം പല ദൈവദാസന്മാർക്കായി കൊടുത്തു. അവസാനം ഒരു ദൈവദാസൻ പറഞ്ഞത് 50,000 രൂപ എന്നാൽ പിശാചിനെ പുറത്താക്കാമെന്നാണ്. അപ്പൊ അവര് പറഞ്ഞു 50,000 കൊടുക്കാനില്ല, ഈ പിശാച് എന്റെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ. അങ്ങനെയാണ് ഒരു വ്യക്തി പറഞ്ഞു, ഇങ്ങനൊരു ദൈവദാസനുണ്ട്, നിങ്ങൾ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവര് വന്നു. ഞാൻ എന്റെ വണ്ടിയുമായിട്ട് ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരെ എടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഈ സഹോദരിക്ക് വേണ്ടിയാണ്. എന്നാൽ ആ സഹോദരിക്ക് മാത്രമല്ല പ്രശ്നം, അവരുടെ ഭർത്താവിന് പ്രശ്നമുണ്ട്, മകന് പ്രശ്നമുണ്ട്. ഈ 2 പേർക്കും വിടുതൽ കിട്ടിയ ശേഷമാണ് ആ സഹോദരിക്ക് വിടുതൽ കർത്താവ് കൊടുത്തത്. പിന്നെ അവർക്കൊരു വിഷയം ഉണ്ടായില്ല. അവര് 10,000 രൂപ എടുത്ത് എന്റെ കയ്യിൽ തന്നു. ഞാനത് ഞാൻ കൈകൊണ്ടൊന്നും വാങ്ങിയില്ല. ഞാൻ പറഞ്ഞ അരുത്, എനിക്ക് ദൈവത്തോട് ഒരു നിയമമുണ്ട്, അത് പാടില്ല. അവര് കണ്ണീരോടാണ് സന്തോഷത്തോടാണ് പോയത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക, ഇത് കർത്താവ് നിങ്ങൾക്ക് ദാനമായി തന്ന വിടുതലാണ്, നിങ്ങൾ അത് മുറുകെ പിടിക്കുക എന്ന് പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആശ്വാസമില്ലാതിരിക്കുന്ന അനേക ആളുകളുണ്ട്. ആമേൻ. അവർക്കൊക്കെയും വിടുതൽ കൊടുക്കാൻ ദൈവശക്തൻ. പൈസ കൊടുത്ത് നിങ്ങൾ വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് പോകരുത്, അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകരുത്. ഇന്ന് ഡോക്ടർമാരെ കാണാൻ വേണ്ടി എന്ന പോലെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. കൊച്ചു പാസ്റ്ററെ എടുക്കത്തുള്ളൂ ഫോണ്. വലിയ പാസ്റ്റർ വേണമെങ്കിൽ പറയും 3000 രൂപ അടയ്ക്കാൻ പറയും. ഇങ്ങനെയുള്ള വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ദൈവദാസന്മാർ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇതൊരു കച്ചവടമായി മാറിയിരിക്കുകയാണ്. നമ്മൾ വളരെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾ പണം കൊടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോകരുത്. അങ്ങനെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയുവാനുണ്ട്. അത് ദൈവികമായ കാര്യമല്ല. കർത്താവ് അങ്ങനെ ചെയ്തില്ല, കർത്താവിന്റെ ശിഷ്യന്മാർ അങ്ങനെ ചെയ്തില്ല. സ്തോത്രം. നമ്മൾ ദൈവവചന പ്രകാരം ജീവിക്കുവാൻ തയ്യാറാകണം. ഞാന് ഏറ്റവും കൂടുതൽ ലേഖനത്തിൽ നിന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പൊ ചില ആളുകൾ പറയാനുണ്ട് ഇച്ചിരി കട്ടി ഉപദേശമാണെന്നൊക്കെ. ഈ കാലഘട്ടത്തിൽ കട്ടി ഉപദേശമില്ലാതെ എങ്ങനെ നമ്മൾ നിത്യതയിലെത്തും? സ്തോത്രം. ആമേൻ. എന്നെ ഞാൻ അല്പമായിട്ടാണ് എന്റെ ഈ ഒരു സാക്ഷ്യം പറഞ്ഞത്. ആമേൻ. ദൈവം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് നന്ദി അറിയിക്കുന്നു. ധാരാളമായി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജോയ്സ് ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ പാസ്റ്റർ, ജീവിതത്തിൽ ഇനി എന്തെങ്കിലും കർത്താവിന് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പാസ്റ്ററിന് സമയമുണ്ട്. പിന്നെ ദേവദാസിന് ആ പാട്ടും കൂടെ ഒന്ന് പാടിയാൽ വളരെ അനുഗ്രഹമായിരിക്കും. അപ്പ എന്നെ തൊട്ടാലും. ആമേൻ. സ്തോത്രം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഒത്തിരി അത്ഭുതങ്ങൾ പറയാൻ. പക്ഷെ നമ്മളത് പറയുമ്പോ ഞാനത് പലരുടെയും പേര് പറയാതിരിക്കാനായിട്ട് ശ്രമിക്കും. അത്ഭുതങ്ങൾ ഒത്തിരി പറഞ്ഞല്ലോ പാസ്റ്റർ. ഇനി എന്തെങ്കിലും കുറച്ച് കഷ്ടങ്ങൾ അനുഭവിച്ച് ദൈവനാമത്തിന് വേണ്ടി സഹിച്ച ഉപദ്രവങ്ങള്, കൊല്ലത്തിന്റെ പ്രദേശത്ത് ഒത്തിരി ഉപദ്രവങ്ങൾ സഹിച്ചെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് പറഞ്ഞാൽ. എന്റെ നാട്ടിൽ നിന്ന് അന്ന് ഞാൻ ഇറങ്ങിയ വിശ്വാസത്തിൽ വന്നോ പറഞ്ഞ ഇവിടുന്ന് ആരെയും കിട്ടത്തില്ലെന്നാ പറഞ്ഞത്. ഇവിടെ പെന്തക്കോസ്തിൽ ആരെയും കിട്ടത്തില്ല. അപ്പൊ പെന്തക്കോസ്തിൽ നീ എന്തെങ്കിലും പോയി അവര് അമേരിക്കയിൽ നിന്ന് ഡോളർ കിട്ടുന്നെങ്കിൽ മേടിച്ചോന്നും പറഞ്ഞാണ് അവിടെ ആൾക്കാര് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞ ആ ദേശത്ത് ഞാൻ ആ ദേശത്തിലെ ഓരോ കുടുംബങ്ങളുടെയും പേരെഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് ആ ദേശത്ത് ആർക്കും ഇപ്പോൾ വിശ്വാസത്തിൽ വരാം, ആരെയും ഉപദ്രവിക്കത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? എല്ലാ കുടുംബങ്ങളിൽ നിന്നും ആളുകളെ വിശ്വാസത്തിൽ ദൈവം പിടിച്ചിറങ്ങി. ഇന്ന് ഒരുപാട് ആളുകൾ ഈ ദേശത്ത് 32 വർഷത്തിനുള്ളിൽ ഒരുപാട് ആളുകൾ ഇന്ന് എന്റെ നാട്ടിൽ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞു. എന്റെ നാട്ടിലെ ആ ദേശത്ത് തന്നെ ശക്തികുളങ്ങളുടെ ഹൃദയഭാഗത്ത് തന്നെ കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് വേർപെട്ട് വന്ന 6 കുടുംബങ്ങൾ
സജി എന്ന് പറഞ്ഞൊരു ബ്രദറിന്റെ നേതൃത്വത്തിൽ അവര് പൗരോഷ്യ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ സ്വന്തമായി ഒരു ചർച്ച സ്ഥാപിച്ചു. അതിന് വലിയ ഭയങ്കരമായ പ്രശ്നമുണ്ടാക്കി ആളുകള്. അത് കത്തിക്കും, അത് ഇടിച്ചു കളയും, അതിന്റെ ഉദ്ഘാടനം നടത്താൻ അവസാനം വലിയ പോലീസും പട്ടാളം ഇറങ്ങി ആണ് അതെല്ലാം ശാന്തമായി മാറിയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രതികൂലങ്ങള് ഒക്കെ അവർ വരുത്തിയെങ്കിലും ആ ദൈവസഭയുണ്ട്. ഇന്ന് കൃപയാൽ 3-4 ആഴ്ചയായിട്ട് അവിടെ പോയിട്ട് ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്റെ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ അവര് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ പാസ്റ്ററിന്റെ നാട്ടുകാരാണ്, പാസ്റ്റർ ഞങ്ങളുടെ ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിശ്ചയമായിട്ട് നിങ്ങൾ വിളിച്ചതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ പ്രോഗ്രാമും മറ്റ് ചർച്ചകളിൽ പോകുന്ന എല്ലാം മാറ്റി വെച്ചിട്ട് ഞായറാഴ്ചകളിൽ അവിടെ പോയി ഞാൻ അവർക്ക് 1 മണിക്കൂർ വചനം പറഞ്ഞു കൊടുക്കാറുണ്ട്. ആമേൻ. അവർക്ക് വളരെ സന്തോഷമാണ്. ആമേൻ. അത് വളർന്നു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ പാട്ടൊന്ന് പാടാം. അപ്പ എന്നെ തൊട്ടാൽ സൗഖ്യമായിടും, ഉന്നതൻ എന്നെ തൊട്ടാൽ സൗഖ്യം വന്നിടും. ദേഹം ദേഹി ആത്മാവെല്ലാമേ പൂർണ്ണമായിടും. ദേഹം ദേഹി ആത്മാവെല്ലാമേ പൂർണ്ണമായിടും. കാത്തു കാത്തു ഞാനിരുന്നപ്പോ വേദനിച്ചു പ്രാർത്ഥിച്ചപ്പോഴും, കാത്തു കാത്തു ഞാനിരുന്നപ്പോ വേദനിച്ചു പ്രാർത്ഥിച്ചപ്പോഴും, ചാരത്തെത്തിയ തൊണ്ടയിൽ ഒരു അല്പം പ്രശ്നം വന്നു. സ്തോത്രം. ഞാനൊരു അത്ഭുതം പറയാൻ വിട്ടുപോയി. ഒരു വലിയൊരു അത്ഭുതം പറയാൻ വിട്ടുപോയി. ഒരിക്കല് കറിക്ക് മീനില്ലായിരുന്നു. അയലത്തുകാര് 2 ചെറിയ മീൻ തന്നു. അതുകൊണ്ട് ഒരു കറി വെക്കാൻ പറ്റുന്നില്ല. എന്റെ ഭാര്യ പറഞ്ഞു കറിക്കൊന്നുമില്ല, അത് വറുത്ത് ചമ്മന്തി അരയ്ക്കാം. ഞാൻ അവളോട് പറഞ്ഞു ഏലിയാവിന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അത് പറഞ്ഞു ഞാൻ തിരിഞ്ഞു വരുമ്പോൾ ഒരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ കടലിൽ നിന്ന് പരുന്ത് ഒരു മീൻ റാഞ്ചിയെടുത്ത് എന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടു. ഞാൻ എന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഏലിയാവിന്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു, എടുത്ത് അതിന്റെ കൂടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അതുപോലെ ഞാൻ മറന്നുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഉത്തവരെല്ലാം തള്ളിയപ്പോഴും, ഏങ്ങളോടെ പ്രാർത്ഥിച്ചപ്പോഴും, ഉറ്റവരെല്ലാം തള്ളിയപ്പോഴും, ഏങ്ങളോടെ പ്രാർത്ഥിച്ചപ്പോഴും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ആമേൻ ഒരുപാട് ആമേൻ ഒറ്റപ്പെടുത്തലുകള്, തള്ളപ്പെടലുകള്, ആമേൻ അതായത് സഹോദരങ്ങളൊക്കെ പലപ്പോഴും നമ്മളെ ഉപദ്രവിക്കുവാൻ തന്നെ ഇടയായിട്ടുണ്ട്. സ്വന്തം സഹോദരങ്ങള് അവിടെ നടുവിൽ ആ അനുഭവത്തിൽ നിന്ന് ഒരുപാട് പാട്ടുകൾ എഴുതുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒത്തിരി പാട്ടുകൾ 10-70 പരം പാട്ടുകൾ ഈണത്തോടു കൂടി എഴുതുവാൻ ഇടയായി തീർന്നു. ഇന്നും പാട്ടുകള് കർത്താവ് തരാറുണ്ട്. ഇന്നും പാട്ടുകൾ എഴുതാറുണ്ട്. ഈ അപ്പ എന്നെ തൊട്ടാലെന്നുള്ള പാട്ട് അനിൽ അടൂരാണ് പാടിയിരിക്കുന്നത്. അത് ഞാൻ യൂട്യൂബില് അത് കിടപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കയറി കാണുകയൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യാം. ഒത്തിരി പാട്ടുകൾ, എന്റെ പാട്ടുകൾ കിടപ്പുണ്ട്. ദൈവം ആമേൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ഏതൊക്കെ പാട്ടുകളാ എഴുതിയ? 2-3 പാട്ടൊന്ന് പറഞ്ഞാട്ട്. ഈ അപ്പ എന്നെ തൊട്ടാ കൂടാതെ പാസ്റ്റർ വേറെ ഏതൊക്കെ പാട്ടുകളാണ് എഴുതിയത്? അപ്പ എന്നെ തൊട്ടത് കൂടാതെ ഒന്ന് പറഞ്ഞാട്ട്. അതില് കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മനമേ, ഇത്തിരി നേരം ചാരത്തിരുന്നേശു ഒത്തിരി കാര്യങ്ങൾ ചൊല്ലി, ഇത്തിരി നേരം ചാരത്തിരുന്നേശു ഒത്തിരി കാര്യങ്ങൾ ചൊല്ലി, കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മനമേ. ആ പാട്ട് എഴുതാൻ കാരണമുണ്ട്. കരിക്കോട് ജോസ്ജി തേവലക്കര ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുക. ആ വേലയെ സഹായിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ
എന്റെ കയ്യിൽ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. ഒരു 5 സ്റ്റോപ്പ് കഴിഞ്ഞ് ചെന്നെങ്കിൽ മാത്രമേ കയറി വരാനുള്ള വണ്ടിക്കൂലി ഉള്ളൂ. ഞാൻ റെയിൽവേ പാളത്തിൽ കൂടെ നടന്നു വരുമ്പോ ഈ പാട്ട് എനിക്ക് കർത്താവ് തരുന്നത്. അപ്പൊ ഈ കരുതും നിനക്കവനെല്ലാം 4 വരി പാടിയിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ദൈവാത്മാ പറഞ്ഞു, ഇവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്, നീ അവന്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, അവന്റെ കയ്യിൽ നോക്കിയപ്പോ വിഷക്കുപ്പിയുണ്ട്, മദ്യമുണ്ട്. ഞാൻ പറഞ്ഞു, നീ ആത്മഹത്യ ചെയ്യാനിരിക്കുകയാണ്, ദൈവം എന്നോട് പറഞ്ഞു, യേശു എന്നോട് പറഞ്ഞു, സത്യമല്ലേ എന്ന് ചോദിച്ചു. അവൻ എന്നെ നോക്കി, യേശു എന്നെ മരിക്കാനും വിടത്തില്ല എന്ന് ചോദിച്ച് അവൻ പൊട്ടിത്തെറിച്ചു. അവനെ ഞാൻ എന്റെ ചേർത്ത് നിർത്തി. പൊട്ടിത്തകർന്നതാം തമ്പുരുവാണു നീ, കമ്പികൾ കെട്ടി ഞാൻ ശ്രുതികൾ മീട്ടും. പൊട്ടിത്തകർന്നതാം തമ്പുരുവാണു നീ, കമ്പികൾ കെട്ടി ഞാൻ ശ്രുതികൾ മീട്ടും. യോഹന്നാൻ ചാരിയ എന്തിരുമാറിൽ നിന്നെയും ഞാനൊന്നു ചേർത്തണയ്ക്കും. യോഹന്നാൻ ചാരിയ എന്തിരുമാറിൽ നിന്നെയും ഞാനൊന്നു ചേർത്തണയ്ക്കും. കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തേനു മനമേ. അവൻ പൊട്ടിക്കരഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു. അവൻ എന്റെ നെഞ്ചോട് ചേർന്നു. അവനെ നോക്കി പാടിയതാണ് ഈ വരികള്. കാൽവരി മലയിലെ ക്രൂശിലെ യാഗത്തിൽ എന്നിൽ നീ അന്ന് മറഞ്ഞിരുന്നു. കാൽവരി മലയിലെ ക്രൂശിലെ യാഗത്തിൽ എന്നിൽ നീ അന്ന് മറഞ്ഞിരുന്നു. സ്നേഹിതത്തുളച്ചതാം തൃത്തടത്തിൽ നിന്നെയും ഞാനൊന്നു ചേർത്തണയ്ക്കും. സ്നേഹിതത്തുളച്ചതാം തൃത്തടത്തിൽ നിന്നെയും ഞാനൊന്നു ചേർത്തണയ്ക്കും. കരുതും നിനക്കവനെല്ലാം അലങ്ങുന്നതെന്തേനു മനമേ. അവൻ കരഞ്ഞ് കരഞ്ഞ് താഴെ എന്റെ കാലിൽ വീണ് കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞു. ആമേൻ, എനിക്ക് മരിക്കണ്ട, എനിക്ക് ജീവിക്കണം, എനിക്ക് യേശുവിനെ മതി എന്ന് പറയുവാൻ ഇടയായി. 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ പറയാനാണെങ്കിൽ ഓർത്തു വരും, എനിക്ക് എല്ലാം ഓർമ്മയില്ല. ഇങ്ങനെ പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഓരോ കാര്യം ഓർമ്മ വരുന്നു. അതാണ് പാട്ട് എഴുതാനുള്ള പശ്ചാത്തലം. വേറൊരു പാട്ടും കൂടെ ഓർത്താട്ട് പാസ്റ്റേ, അപ്പോൾ പശ്ചാത്തലങ്ങൾ കടന്നു വരും. അത് ഈ മീൻ നമുക്ക് പരന്ത് കൊണ്ടുവന്ന് തന്നല്ലോ. അപ്പോ അന്നേരം എഴുതിയ പാട്ടാ ഇത്. കുട്ടിയച്ചൻ പാടിയ പാട്ടാണ്. കരയരുതേ മനസ്സേ, കലങ്ങരുതേ മകനേ, യേശു വരും നിന്നെയും തേടി, അവൻ നിന്റെ നല്ലിടയൻ. യേശു വരും നിന്നെയും തേടി, അവൻ നിന്റെ നല്ലിടയൻ. നിൻഭാരമേറുന്നോ, നിൻ ചങ്കു തകരുന്നോ, നിൻഭാരമേറുന്നോ, നിൻ ചങ്കു തകരുന്നോ, ക്രൂശുമായി വീഴുന്ന യേശുവെ നോക്കുക, നിൻഭാരമല്ലയോ അവൻ ചുമന്നു. ക്രൂശുമായി വീഴുന്ന യേശുവെ നോക്കുക, നിൻഭാരമല്ലയോ അവൻ ചുമന്നു. കരയരുതേ മനസ്സേ, കലങ്ങരുതേ മകനേ, യേശു വരും നിന്നെയും തേടി, അവൻ നിന്റെ നല്ലിടയൻ. ഉറ്റവർ കൈവെടിഞ്ഞോ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലയോ, ഉറ്റവർ കൈവെടിഞ്ഞോ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലയോ, അമ്മ മറന്നാലും മറക്കാത്ത യേശു, അപ്പനും അമ്മയുമായി നിനക്കില്ലയോ. അമ്മ മറന്നാലും മറക്കാത്ത യേശു, അപ്പനും അമ്മയുമായി നിനക്കില്ലയോ. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ് പാസ്റ്റർ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ.
ജീവിതത്തിൽ പിന്നെ ആരാധിക്കുന്ന ഒത്തിരി പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ പാസ്റ്റിന് 1-2 പാട്ടും കൂടെ എഴുതിയത് 70-ൽ പരം പാട്ടുകൾ എഴുതിയല്ലോ. അപ്പം 1-2 പാട്ടും കൂടി ഈ കാലഘട്ടങ്ങളിൽ അടുത്തിടയിലെങ്ങാനും എഴുതിയ പാട്ടുകൾ വല്ലതും ഉണ്ടോ ദേവദാസിന്റെ ജീവിതാനുഭവം അടുത്ത സമയത്ത് എഴുതിയ പാട്ട്? ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ ഒന്ന് ഷെയർ ചെയ്താട്ടോ. അതെ അതെ. ഈ ദൈവം മതി എനിക്ക്, ഈ സ്നേഹം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ സ്നേഹം മതി എനിക്ക്, കണ്ണുനീരൊപ്പിയ വേദന മാറ്റിയ ഈ യേശു മതി എനിക്ക്, കണ്ണുനീരൊപ്പിയ വേദന മാറ്റിയ ഈ യേശു മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ സ്നേഹം മതി എനിക്ക്. അടുത്ത സമയത്ത് ഞങ്ങൾ എറണാകുളത്തുനിന്ന് വരുമ്പോ, അവിടുത്തെ കർത്താവിന്റെ വേലയും കഴിഞ്ഞ് ഞങ്ങൾ എറണാകുളത്തുനിന്ന് വരുമ്പോ എന്റെ ഭാര്യ ചോദിച്ചു, വീട്ടിൽ ചെന്നാ എന്ത് കഴിക്കും എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ അവളുടെ തോളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ പാടി, നേരം മങ്ങിയ നേരത്തു നാഥൻ നിന്നെയും കാത്ത് തേരത്തു നിൽക്കൂ, കനലടയുണ്ട് കനൽ മീനുണ്ട് നിന്നെ വിളിക്കും യേശു. അപ്പൊ ഈ 4 വരി അങ്ങനെ എഴുതി വെച്ചിട്ട് 2-3 മാസമായി. അപ്പൊ എന്റെ മകള് വിദേശത്ത് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പപ്പാടെ ഒരു പാട്ട് പാടി എനിക്ക് അഭിനയിക്കണം, ആരെങ്കിലും കൊണ്ട് പാടിക്കും, എനിക്കൊന്ന് അഭിനയിക്കണമെന്നൊരു താല്പര്യമുണ്ട്, ഞാൻ നാട്ടിൽ ലീവിന് വരുമ്പം പാടി ഒന്ന് അഭിനയിക്കാം. പപ്പായ്ക്ക് ആ പഴയ കൃപയൊന്നും ഇപ്പൊ ഇല്ലയോ എന്ന് അവള് ചോദിച്ചു. അപ്പൊ അന്നേരം എന്റെ ഉള്ളിലെ പാട്ടെഴുത്തുകാരന് അങ്ങ് ഉണർന്നു. ഞാൻ പെട്ടെന്ന് മേളിൽ ഈ റൂമിൽ വന്നിരുന്നിട്ട് പെട്ടെന്ന് അവളുടെ ജീവിതത്തെ ആസ്പദമാക്കി, അവളുടെ ജീവിതത്തിൽ അനുഭവിച്ച ചില മാനസിക വ്യതകളെ അവളെ ആസ്പദമാക്കി അവളുടെ ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആ വരികൾ എഴുതി. ഇനി ഒരു ജീവിതം ഇല്ലെന്നു കരുതി ഞാൻ എത്രയോ രാവുകൾ കണ്ണീരൊഴുക്കി, തടവറയിൽ നിന്ന് വിടുതൽ നൽകിയ യേശു എന്നെ വിളിക്കുന്നു. ഇനിയൊരു ജീവിതം ഇല്ലെന്നു കരുതി ഞാൻ എത്രയോ രാവുകൾ കണ്ണീരൊഴുക്കി, തടവറയിൽ നിന്ന് വിടുതൽ നൽകിയ യേശു എന്നെ വിളിക്കുന്നു. നേരം മങ്ങിയ നേരത്തു നാഥൻ നിന്നെയും കാത്ത് തേരത്തു നിൽപ്പൂ. സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. ഓക്കെ പാസ്റ്റേ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദേവദാസന് ഇനി ഏതെങ്കിലും പാട്ടോ അതിന്റെ അനുഭവങ്ങളും കൂടെ പറയാൻ ഉണ്ടെങ്കിൽ ദേവദാസന് അതിനുള്ള 21 ദിവസക്കാലം വിമോസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്കൊരു പാട്ട് വന്നു. കഴിഞ്ഞ 21 ദിവസം കാലം ഉപവാസമായിരുന്നു. ആ ഉപവാസത്തിൽ ഇരുന്നപ്പോ എനിക്കൊരു പാട്ട് വന്നു, അത് ഞാനൊന്ന് പാടാം. ശുദ്ധീകരിക്ക എന്നെ ശുദ്ധനായി തീർന്നിടുവാൻ, സട്ടീകരിക്ക എന്നെ ശക്തനായി തീർന്നിടുവാൻ, ആലംബമായി ആശ്വാസമായി യേശു എൻ ചാരേയുണ്ട്, ആലംബമായി ആശ്വാസമായി യേശു എൻ ചാരേയുണ്ട്. ഉടയവൻ മേശമേൽ നിന്നു വീഴും അപ്പമുറുക്കുകൾ എനിക്കുള്ളതാ, ഉടയവൻ മേശമേൽ നിന്നു വീഴും അപ്പമുറുക്കുകൾ എനിക്കുള്ളതാ, ചാരത്തും ദൂര
ദൂരത്തും സൗഖ്യം പകരുന്ന യേശു രാജാവേ നന്ദിയപ്പ. ചാരത്തും ദൂരത്തും സൗഖ്യം പകരുന്ന യേശു രാജാവേ നന്ദിയപ്പ. ശുദ്ധീകരിക്ക എന്നെ ശുദ്ധനായി തീർന്നിടുവാൻ, ശക്തീകരിക്ക എന്നെ ശക്തനായി തീർന്നിടുവാൻ. ആനന്ദമായി ആശ്വാസമായി യേശു എൻ ചാരേയുണ്ട്. ആത്മാവിൻ ദാനങ്ങൾ നിറച്ചിടുന്ന പരിശുദ്ധാത്മാവേ എന്നിൽ വരൂ. ആത്മാവിൻ ദാനങ്ങൾ നിറച്ചിടുന്ന പരിശുദ്ധാത്മാവേ എന്നിൽ വരൂ. കൃപാവരങ്ങളാൽ എന്നെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ നന്ദിയപ്പ. കൃപാവരങ്ങളാൽ എന്നെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ നന്ദിയപ്പ. ശുദ്ധീകരിക്ക എന്നെ ശുദ്ധനായി തീർന്നിടുവാൻ, ശക്തീകരിക്ക എന്നെ ശക്തനായി തീർന്നിടുവാൻ. ആനന്ദമായി ആശ്വാസമായി യേശു എൻ ചാരേയുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. പാസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ദേവദാസന്റെ കുടുംബത്തിൽ നിന്ന് ബന്ധുക്കളെ, ചാർച്ചക്കാര്, സഹോദരങ്ങള് ആരെങ്കിലും ഒക്കെ വിശ്വാസത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? എന്റെ സഹോദരങ്ങൾ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല ഇതുവരെ. എന്റെ ബന്ധുക്കളായിട്ടുള്ള ചില ആളുകൾ എന്നെ അടിക്കുവാനും എന്റെ വീട്ടിൽ വന്ന ദേവദാസനെ അടിച്ചോടിക്കുവാനും ഒക്കെ നിന്ന ഒരു വ്യക്തി വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ്. പിന്നെ എന്റെ ബന്ധത്തിലുള്ള ഒരു കുട്ടി, അവള് ഇറ്റലിയിലാണ്. അവളും വിശ്വാസത്തിലാണ്. അങ്ങനെ ഉള്ളൂ. പിന്നെ സഹോദരങ്ങൾ ആരും തന്നെ ഞാനുമായിട്ട് ഒരു ബന്ധവും അവർക്കില്ല. അവരെ എന്നെ കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളവരാണ്. പക്ഷെ എനിക്ക് അവരോടൊരു പിണക്കോ പകയോ ഒന്നും തന്നെ ഇല്ല. നമുക്കൊരാളോടൊരു വിദ്വേഷമോ പകയോ ഒന്നും വെച്ചിട്ട് ഈ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. ഹൃദയത്തിലൊന്നുമില്ല. പിന്നെ കൂടുതൽ അടി കിട്ടാൻ വേണ്ടി ഇട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. ഇനിയും അനേക പാട്ടുകൾ എഴുതുവാനും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാനും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനും ഒക്കെ കർത്താവ് ദേവദാസനെ സഹായിക്കട്ടെ. കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദേവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ ആമേൻ കർത്താവെ തന്നിരിക്കുന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇത് ശ്രമിച്ച് ആമേൻ കർത്താവെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. ഏറിയ കൃപയാലും നന്മയാലും നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് അനുഗ്രഹവും ഉപകാരവുമായി മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവരുടെ പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കണമേ, അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഓക്കെ പാസ്റ്റേ, താങ്ക് യു. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ.